നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ വന്ദനം പറയുന്നു. നാം ഇന്ന് രാവിലെ വരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ ചില വാക്കുകളുടെ വിശദീകരണങ്ങളാണ്. പാപം എന്നാൽ എന്ത്, വിശ്വാസം എന്നാൽ എന്ത്, നീതി എന്താണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബോധ്യം വരുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അതുപോലെ ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിന്റെ ആത്മാവ് ബോധം വരുത്തുന്ന കാര്യം നാം പഠിച്ചു. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞത്, ഇനി അടുത്ത സെഷൻ വരുമ്പോൾ ക്രിസ്തുവിന്റെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ഒരു വലിയ നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ പ്രയാസത്തിലാക്കുന്ന ഒരു ഗ്യാപ്പ് എൻ്റെ ജീവിതവും ക്രിസ്തുവിന്റെ ജീവിതവും തമ്മിലുണ്ട്. ഈ ഗ്യാപ്പ് എങ്ങനെ അതിജീവിക്കാം, അതിനുവേണ്ടി എൻ്റെ ഭാഗം എന്താണ്, അത് യഥാർത്ഥ ന്യൂ ടെസ്റ്റാമെന്റ് മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള വിഷയമാണ്. എന്നാൽ ഈ മാനസാന്തരം എന്ന അനുഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാന വാക്കുകൂടെ നാം പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട്. നാം അവസാനം മനസ്സിലാക്കിയത് ദൈവത്തിന്റെ തേജസ് പ്രത്യാശയിലൂടെ എങ്ങനെ ലഭിക്കും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നീതി ലഭിക്കുന്നത് വിശ്വാസത്തിലൂടെയാണെങ്കിൽ തേജസ് ലഭിക്കുന്നത് പ്രത്യാശയിലൂടെയാണ്. നാം എന്തുമാത്രം പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നോ അത്രയും ഇക്വിവലന്റ് തേജസ്സാണ് നാം പ്രാപിക്കുന്നത്. നാം ഈ ലോകത്തിലെ ആശകൾക്കനുസരിച്ചാണ് ജീവിച്ചതെങ്കിൽ നാം എന്തിനു വേണ്ടി എന്തെല്ലാം പ്രാർത്ഥിച്ച് വാങ്ങിച്ചോ അത് മുഴുവൻ കത്തിപ്പോകും, തീയിലെന്ന പോലെ അത് കടന്നു പോകും. നമ്മൾ ഈ എണ്ണി പറഞ്ഞ് വാങ്ങിച്ചതിനൊന്നും ഒരു വിലയില്ലാതെയായി പോകും. ഇന്ന് മനുഷ്യർ മുഴുവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലേക്കാണ് നോക്കുന്നത്. ഞാനൊരു ദിവസം വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് എൻ്റെ ആന്ധ്രയിലുള്ള അന്നത്തെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ മകനോട് ഫോണിൽ ചോദിച്ചു, പപ്പ വരുമ്പം 3 ദിവസം എടുക്കും, 3-ാം ദിവസം വരുള്ളൂ, എന്താണ് ഞാൻ കൊണ്ടുവരേണ്ടത്? അപ്പം അവൻ പറഞ്ഞു, പപ്പ ഒന്നും കൊണ്ടുവരണ്ട, നേരത്തെ ഇങ്ങ് വന്നാൽ മതി. ദൈവം ചോദിക്കും, ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്? നീ വന്നില്ലേലും കുഴപ്പമില്ല, തരാനുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നാൽ മതി. എൻ്റെ മകൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു വേദനയായിരുന്നേനെ. പപ്പ വന്നില്ലേലും കുഴപ്പമില്ല, എനിക്കുള്ള ഗിഫ്റ്റ് എല്ലാം കൊറിയറിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. നമ്മൾ ദൈവത്തിൽ നിന്ന് വളരെ അകലെ സഞ്ചരിക്കുകയും എന്നാൽ ദൈവത്തിന് നമ്മുടെ കയ്യിൽ നമുക്ക് തരാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഉപവാസം ഇരുന്ന് മേടിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ജനവിഭാഗമാണ്. യേശുവിന്റെ അടുത്തോടെ നടക്കാൻ പോലും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പൊ ശരിക്കും നമ്മൾ ഈ വാങ്ങിച്ചു കൂട്ടിയതും പ്രാർത്ഥിച്ചു കൂട്ടിയതും വീരവീരം സാക്ഷ്യം പറഞ്ഞു, അത് തന്നു ദൈവം, ഇത് തന്നു എന്ന് പറഞ്ഞു, ഒന്നും അങ്ങോട്ട് കടക്കൂല. അത് പ്രശ്നം. അതിപ്പുറത്തീരും. എനിക്ക് കിട്ടിയ ജോലിയും വരുമാനവും ഡിപ്പോസിറ്റുകളും വീടും കൂടും കാറും എല്ലാം ഇപ്പുറത്ത് തീരും, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോകാൻ പറ്റുമായിരുന്ന കുഴപ്പമില്ലായിരുന്നു, അങ്ങോട്ട് പോവില്ല. ഇപ്പൊ വിശ്വാസം എന്ന് പറയുന്നതും ആശകളും ഇതെല്ലാം കൂടെ നമ്മെ കുഴപ്പിച്ച് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വഴി തന്നെ മിസ്സാകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് സഭയുള്ളത്. ഇതാണ് നമ്മുടെ രോഗം. അവസാനം നമ്മൾ കണ്ടത്, നശിച്ചു പോകുന്ന ഏതിന്റെയെങ്കിലും മേൽ നമ്മൾ കൈവച്ചാൽ അത് നമ്മളെ ആയിരിക്കും ഭരിക്കുന്നത്, നമ്മൾ അതിനെ ആയിരിക്കില്ല. ഞാൻ വിചാരിക്കും, ഈ പണമെല്ലാം എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ എന്നിട്ട് വേണം എല്ലാവർക്കും ഒന്ന് ദാനം ചെയ്യാൻ. നിങ്ങൾ പലപ്പോഴും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പൈസ ദാനം ചെയ്യാത്തവന്റെ കയ്യിൽ ഇഷ്ടം പോലെയാ. ഞങ്ങളുടെ കയ്യിൽ വല്ലതും പൈസ കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് മുഴുവൻ ദാനം ചെയ്തേനെ. ദൈവം അറിഞ്ഞോണ്ടാ നമുക്ക് തരാത്ത. അങ്ങനെ ദാനം ചെയ്ത് നിങ്ങൾ വലിയ ആളൊന്നും ആവണ്ട. ഇല്ലാത്ത പൈസ എവിടെന്നെങ്കിലും കിട്ടിയിട്ട് ദാനം ചെയ്യാം. നമ്മുടെ കയ്യിൽ ദൈവം തന്നു കൊടുത്താൽ മതി. ചിലപ്പോൾ സമയമായിരിക്കും, ചിലപ്പം പൈസ ആയിരിക്കും, ചിലപ്പം എന്താ 2 വാക്കായിരിക്കും. എന്താ ദൈവം നമുക്ക് തന്നു കൊടുത്താൽ മതി. നമുക്ക് ഇല്ലാത്ത സാധനം എവിടെന്നെങ്കിലും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ചില ആളുകൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾക്ക് കിട്ടിയായിരുന്നെങ്കിൽ, ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇഷ്ടം പോലെ കൊടുത്തേനെന്നാ. കൊടുക്കൂല. വരുമ്പം ഇത് ഇല്ലാത്തതുകൊണ്ട് തോന്നുന്ന, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ലായിരിക്കും, പക്ഷെ ഇല്ലാത്തത് കൊണ്ട് തോന്നുന്നതാ. ഇത് ഉണ്ടെങ്കിൽ ഒരു 2ഉം കൂടെ ഉണ്ടാക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്കുള്ളൂ. പണ്ട് ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് പണ്ടൊരു കാർട്ടൂണിൽ വന്ന കഥയാണ്. ഒരു കൃഷിക്കാരനായ ഭർത്താവും ഭാര്യയും ഒരു 3-4-5-6 പിള്ളേരും ഭയങ്കര സന്തോഷമായിട്ട് തമാശയൊക്കെ പറഞ്ഞ് വീട്ടിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പുള്ളി അധ്വാനിച്ച് ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഒരു പറമ്പ് അപ്പുറത്ത് ഒരു വൃദ്ധൻ എന്ന് പറഞ്ഞ ഒരു സെമി വൃദ്ധനായ ഒരു പണക്കാരനായ മനുഷ്യൻ ഭാര്യയുമായും വഴക്കുണ്ടാക്കി, എല്ലാവരോടും വഴക്കുണ്ടാക്കി ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഭയങ്കര കോടീശ്വരൻ. ഇവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഈ ഫ്രണ്ടിനോട് ചോദിച്ചു, എടാ, ഒരു നയാ പൈസ കയ്യിലില്ലാത്ത
ഇവന്മാർക്ക് എന്തോ ഒരു സന്തോഷമാണ്. ഇതെന്താ ഇതിന്റെ കാര്യം? അപ്പൊ ഈ കൂട്ടുകാരൻ പറഞ്ഞു, അവന്റെ സന്തോഷം ഞാൻ തല്ലിക്കെടുത്തി തരാം ഒരു നിമിഷം കൊണ്ട്. അതെങ്ങനെയാണ്? നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടുകാരൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ, ഇവന്റെ പറമ്പില് ഒരു 49 സ്വർണ്ണ നാണയങ്ങൾ കുഴിച്ചിട്ടു. 49. രാവിലെ ഈ പാവം പറമ്പ് കിളച്ച് വന്നപ്പം ദാ ഒരു സഞ്ചി, അതിനകത്ത് 49 നാണയങ്ങൾ, 50 ഇല്ല. പിന്നെ ഇവന്റെ അധ്വാനം മുഴുവൻ 50 തയ്ക്കാൻ വേണ്ടിയായി. ഇത്രയും നാളും അതിനെക്കുറിച്ച് ചിന്തിച്ചവനല്ല. ഇപ്പൊ കിട്ടുന്ന പൈസ ഒന്നും പിള്ളേർക്ക് മിഠായി മേടിക്കാൻ തികയത്തില്ല. ചില ആൾക്കാർ ഭയങ്കര റിച്ചാ, പക്ഷെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ അവരുടെ പൈസ ഇല്ല. റിച്ചാ, പക്ഷെ ചെലവാക്കൂല, പേടിയാ, തീർന്നു പോകും. ഈ 49 50 ആക്കാൻ വേണ്ടി അവൻ കഷ്ടപ്പെടാൻ തുടങ്ങി. വീട്ടിലെ സമാധാനം പോയി. എന്തു പറഞ്ഞാലും ദേഷ്യം. 50 തയ്ക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒത്തിരി അധ്വാനിച്ചാണ് ഒരു സ്വർണ്ണ നാണയം ഉണ്ടാക്കാനുള്ള അധ്വാനമൊക്കെ ഉണ്ടാവണം. എത്ര നാളുകൾ കഴിയണം? അവസാനം വീട് തല്ലിപ്പൊളിയായി, വഴക്കായി, ബഹളമായി. അവസാനം അവിടെ നിന്ന് നിലവിളി കേൾക്കാൻ തുടങ്ങിയപ്പം ഈ ഇപ്പുറത്തെ ധനവാനായ മനുഷ്യൻ മറ്റേ കൂട്ടുകാരനോട് പറഞ്ഞു, നമ്മൾ ചെയ്തൊരു ഭയങ്കര കുറച്ചതിയായി, അവരുടെ കുടുംബത്തെ നമ്മൾ നശിപ്പിച്ചു, ഞാൻ ചെന്നവരോട് സോറി പറയാൻ പോകുന്നു പറഞ്ഞു. കഥയിൽ ഇങ്ങനെയാണ്, ഈ പണക്കാരനായ മനുഷ്യൻ വന്ന് ഇയാളുടെ സോറി പറയാണ്, ഞാനാണ് ഒപ്പിച്ചത്, 49 സ്വർണ്ണ നാണയങ്ങൾ ഞാൻ കുഴിച്ചിട്ട് നിങ്ങളുടെ സമാധാനം കണ്ടിട്ട് അസൂയ കാരണമാണ്. നിങ്ങളുടെ കുടുംബം ഇങ്ങനെ കുട്ടിച്ചോറാവുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോഴാണ് ഈ മനുഷ്യന് മനസ്സിലായത്, ഈ പണം എല്ലാം കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കി തന്നെന്നുള്ള കാര്യം. 10 കിട്ടിയാൽ 100 വേണമെന്ന് ആഗ്രഹിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരാഗ്രഹവും ഇല്ല. നമ്മൾ വിചാരിക്കുന്ന ഇതിന്റെ എന്നിട്ട് അവർ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇവർ തീരുമാനിക്കാം, നമുക്ക് സമാധാനമാണ് വലുത്, അതുകൊണ്ട് ഈ സ്വത്തെല്ലാം കൂടെ വിറ്റ് നമുക്കൊരു സ്കൂൾ പണിയാം, എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. ഇതൊരു കഥയാണെങ്കിലും കുറച്ചുള്ളവന് നമ്മൾ വിചാരിക്കും ഇത് കൊടുത്തേക്കാം, മിഷന് സഹായിക്കാം, സുവിശേഷ വേലക്കാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കാം. ഞാൻ നിങ്ങളുടെ ഉള്ള കാര്യം പറഞ്ഞിട്ട്, ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വല്ലതൊക്കെ കൊടുക്കുന്നത്. ഈ കൂട്ടി വെച്ചാലും ഒന്നും ആവില്ല എന്നുള്ളതുകൊണ്ട്. ഇത് കൂട്ടി വെച്ചാൽ വല്ലതും ആവുമെങ്കിൽ നിങ്ങൾ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. കാരണം നാശം എന്ന മുദ്ര എന്തിൻ്റെ എല്ലാം മേലുണ്ടോ അതിലെവിടെ തൊട്ടാലും നമ്മൾ അതിന്റെ അടിമയാവുള്ളൂ. നമ്മൾ വിചാരിക്കും പണം ഞാൻ ഉപയോഗിക്കുകയെന്ന്. അല്ല, പണം നമ്മളെ അടിമയാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇതിനോട് നോ പറയാൻ ഭയങ്കര പാടാണ്. പണത്തോട് നോ പറഞ്ഞാൽ അതിന്റെ സുഖം അനുഭവിച്ചിട്ടുണ്ടോ? ആ സുഖം ഒന്ന് അനുഭവിക്കേണ്ട സുഖം തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, ദൈവനാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ കിട്ടുന്ന ആനന്ദം വാങ്ങിക്കൂട്ടിയാൽ കിട്ടത്തില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എനിക്ക് സ്വത്തുക്കൾ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച ആനന്ദം ലോകത്തിൽ എന്ത് കിട്ടിയിട്ടും എനിക്ക് ലഭിച്ചിട്ടില്ല. യേശുവിന് വേണ്ടിയാണെങ്കിൽ വിട്ടുകളയുന്നത് പോലൊരു സന്തോഷം നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ സന്തോഷം അറിയാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമ്മൾ ഈ കെട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാം നാശം എന്ന സീലുള്ള സാധനത്തിൽ നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വിചാരിക്കും നമ്മൾ അതിനെ കീഴടക്കിയെന്ന്, പക്ഷെ യഥാർത്ഥത്തിൽ അത് നമ്മളെ ആയിരിക്കും കീഴടക്കിയിരിക്കുന്നത്. നമ്മുടെ ഹൃദയം അത് കൊണ്ടുപോകും, നമ്മുടെ സ്വപ്നങ്ങൾ അത് കൊണ്ടുപോകും, നമ്മുടെ പ്രയത്നം അത് കൊണ്ടുപോകും. പിന്നെ സുവിശേഷ വേലക്കാർക്ക് വേറൊരു പ്രശ്നമുണ്ട്. അത് നിങ്ങളോട് പറയണ്ടെന്ന് വിചാരിച്ചാ, എന്നാലും പറഞ്ഞേക്കാം. വിശാലമായ മിനിസ്ട്രി ഉണ്ടാവുക. ഞാൻ വിചാരിക്കും എനിക്ക് വിശാലമായ മിനിസ്ട്രി ഉണ്ടായാൽ ദൈവത്തിന് ഭയങ്കര ലാഭമാണ്. ദൈവത്തിന് ഒരു ലാഭമില്ല, ഭയങ്കര നഷ്ടമാണ്. നസറായനായ യേശുവിന് അങ്ങനെ വിലയേറിയ ദാസന്മാരൊന്നുമില്ല, എല്ലാം പാവങ്ങള്. റവയുമില്ല, പൊടിയുമില്ല, പായുമില്ല. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? റവറന്റ് യേശു പോയിട്ട് ബ്രദർ യേശുവിനെ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. വെറും യേശു ഉള്ളൂ. യേശുവിനെ കണ്ടാൽ തിരിച്ചറിയാൻ പോലും പറ്റത്തില്ലായിരുന്നു. യേശുവും 12 ശിഷ്യന്മാരും കൂടെ നിൽക്കുന്ന കണ്ടപ്പോഴേ ഈ റോമൻ പടയാളികൾക്ക് യേശുവിനെ അറസ്റ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിലെ പാസ്റ്റർ വിശ്വാസികളാണ് ഒറ്റയടിക്ക് അറിയാം പാസ്റ്റർ ആരാന്ന്. പക്ഷെ അവിടെ നോക്കി ഒറ്റയടിക്ക് മനസ്സിലായി, എല്ലാം ഒരുപോലെ ഇരിക്കും.
സോൾജേഴ്സിനോട്ട് അറിയത്തുമില്ല. അപ്പൊ പറഞ്ഞു, ശിഷ്യന്മാരിൽ ഒരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞു, ആരാത് നീ ഉമ്മ വെച്ച് കാണിച്ചു തരണം. യേശുവിന് വേറെ എന്തെങ്കിലും പ്രത്യേക വേഷം ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ആ പ്രത്യേക വേഷം ഇട്ട് എന്നെ പിടിച്ചോളാൻ പറഞ്ഞാൽ പോരായിരുന്നു? സുവിശേഷ വേലക്കാരുടെ, ഞാൻ ഉൾപ്പെടെയുള്ള സുവിശേഷ വേലക്കാരുടെ ഏറ്റവും വലിയ പ്രലോഭനം മിനിസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, തോക്കാനും പൊളിയാനും തയ്യാറല്ലെങ്കിൽ നീ എന്റെ പണിക്ക് ഇറങ്ങണ്ട. നമ്മൾ ജയിക്കാൻ വേണ്ടി കളിക്കുന്നവരല്ല, ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടി നടക്കുന്നവരാണ്. ഈ ബോധ്യം ഇല്ലാത്തൊരു സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാതിരിക്കുന്നത് തന്നെ നല്ലത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം, പണമാണെങ്കിൽ പണം, ആളുകളുടെ ബഹുമാനമെങ്കിൽ ബഹുമാനം, വന്ദനമെങ്കിൽ വന്ദനം, വിജയമെങ്കിൽ വിജയം, എല്ലാത്തിന്റെ മേലും നാശത്തിന്റെ സീലുണ്ട്. അതാണ് നമ്മൾ രാവിലെ കണ്ടത്. എന്തിൽ പിടിച്ചാലും അത് നമ്മളെ അടിമയാക്കും. ചിലര് പൈസ കൊടുത്ത് പ്രശസ്തി വാങ്ങിക്കും. പൈസയുടെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, പ്രശസ്തിയുടെ അടിമയായി. നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞാൽ മാത്രമേ സാക്ഷാൽ സ്വതന്ത്രരാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ന്യായവിധിയെക്കുറിച്ചാണ് ബോധ്യം വരുത്തുന്നത്? വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചല്ല, ഓൾറെഡി നടന്നു കഴിഞ്ഞ ന്യായവിധിയെക്കുറിച്ചാണ്. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ച്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ദൈവത്തിനുള്ളതാണെങ്കിലും ലോകവും അതിന്റെ മഹത്വവും പിശാചിനുള്ളതാണ്. സൃഷ്ടിയെല്ലാം ദൈവത്തിൻ്റെതാണെങ്കിലും നന്മ തിന്മകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മായാപ്രപഞ്ചത്തിന്റെ ഒരു മഹത്വം ഈ പിശാച് കൈവശമാക്കി വെച്ചിട്ടുണ്ട്. ലോകവും അതിന്റെ മഹത്വവും പിശാചിന്റെ കയ്യിലാണ്, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ സിനിമാ താരങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ടി വിയിലും സിനിമയിൽ കണ്ടിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ സിനിമ കാണത്തില്ലല്ലോ. എന്താ രസമല്ലേ അവരെ കാണാൻ. പക്ഷെ അവരെ നേരിട്ട് കണ്ടാൽ നമ്മളെക്കാ കഷ്ടമാണ്. പക്ഷെ ക്യാമറ ലെൻസിലൂടെ കാണുമ്പോൾ അവരെ ഭംഗിയുള്ളതാക്കുന്ന എന്തോ ഒരു മായ അതിന്റെ അകത്തുണ്ട്. ഇത് ഒറിജിനലിനെ കണ്ടാൽ നമ്മൾ വിരളും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ, ഇന്ന് നമ്മൾ കാണുന്ന പണം, വിദ്യാഭ്യാസം, ഇതിന്റെ എല്ലാം പുറകില് ദേവിമാരും ദേവന്മാരും ഉണ്ടെന്ന ഹിന്ദുക്കൾ പറയുന്നത്. അത് സത്യമാണ്. ദേവിയും ദേവനൊന്നല്ല ഉള്ളത്, അതിൻ്റെതായ ഒരു ഗ്ലാമർ ഉണ്ട്, ഒരു മഹത്വം. പൈസ ഉള്ളവനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഈ കാല് കൂട്ടിയിടിക്കല് പൈസ ഇല്ലാത്തവനെ കണ്ടാൽ തോന്നില്ല. വേറൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ മകൻ ചെറുപ്പത്തിലേ പറയുമായിരുന്നു, ഒരു 2ലും 3ലൊക്കെ പഠിക്കുമ്പോൾ പറയുമായിരുന്നു, ഞാൻ 9ാം ക്ലാസ് വരെ പഠിക്കുന്നുള്ളൂ, അത് കഴിഞ്ഞ് സുവിശേഷ വേലയ്ക്ക് പോകുന്നു. കഴിഞ്ഞ വർഷം ഞാനോട് ചോദിച്ചപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞായിട്ട് ഓർമ്മ പോലും ഇല്ല. സപ്പോസ് ഇനി ഇവൻ 9ാം ക്ലാസ്സിൽ വെച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി, ഇനി 1 വർഷം കൂടെ ഉള്ളൂ, അവന് ദൈവവേല കിട്ടി, അവൻ പറയാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുകയാണ്. എനിക്ക് ഭയങ്കര വേദന ഉണ്ടാവും, വേറെ ആർക്കും വലിയ വേദനയൊന്നും ഉണ്ടാവില്ല. ആൾക്കാരെല്ലാം പറയും, ഓ ചേസ് പാസ്റ്ററുടെ മോൻ കണ്ടോ എന്ത് കമ്മിറ്റ്മെന്റ്. പക്ഷെ കരയുന്ന ഞാനും എൻ്റെ ഭാര്യയായിരിക്കും. അതേ സമയത്ത് അവനെ പോലെ തന്നെ ദൈവവേല കിട്ടിയ വേറൊരുത്തിനും അവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ, അവൻ ദൈവവേലയെ തള്ളി മാറ്റി ഡിഗ്രി കഴിഞ്ഞ് ഒരു ജോലിയും കൂടെ ചെയ്തിട്ടേ ദൈവവേല ചെയ്യുന്നുള്ളൂ. അവസാനം 2 പേര് സുവിശേഷ വേല ചെയ്ത് ഒരു സഭയിൽ ചെന്ന് ആരെയായിരിക്കും ബഹുമാനിക്കുന്നത്? ഈ 9ാം ക്ലാസ്സും ബൈബിളും ഉള്ളവനെയാണോ, അതോ PhDയും കമന്ററി ബുക്കും കയ്യിലുള്ളവനെയാണോ? നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും
ഒരു മായ ഏതിനകത്തുണ്ട്? ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാത്തിന്മേലും ഉണ്ട്. ചുമ്മാ ഇന്നസെന്റ് ആയിട്ടുള്ള സാധനങ്ങളല്ല. അതിന്റെ മേലെല്ലാം എന്തുണ്ട്? ഈ ലോകത്തിന്റെ മഹത്വത്തിന്റെ ഒരു പൊടി വിതറിയിട്ടുണ്ട്. അല്ലെങ്കിൽ മനുഷ്യൻ ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കണോ? എന്തിനെ തൊട്ടാലും നമ്മൾ അടിമയാവും. അതുകൊണ്ടാണ് ദൈവത്തിന് മുമ്പിൽ ഒരു വാക്ക് നമ്മൾ പറയാ, കർത്താവേ, നീ തരാത്ത ഒരു സാധനം എന്റെ വീട്ടിൽ വേണ്ട. നീ തരാത്ത നയാ പൈസ പോലും വേണ്ട. നീ തരാത്ത പ്രശസ്തിയും വേണ്ട. എന്നെ കുറിച്ച് ആൾക്കാർ പറയണ്ട, അറിയണ്ട. എന്തിനാ അറിയുന്നത്? ദൈവം അറിയിക്കുന്നവർ അറിഞ്ഞാൽ മതി. അവിടെയെല്ലാം ലോകത്തിന്റെ മഹത്വത്തിന്റെ സൈഡ് കട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ വി വിൽ ബി ഇൻ ട്രാപ്പ്. ഇന്ന് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ഇങ്ങനെ പറയുന്നത്, ആളുകളുടെ മുമ്പിൽ എന്നെ മാനിക്കുവാൻ. ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെല്ലാം ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസി വന്നാണ്. ചില പ്രാർത്ഥനകളുടെ ഭംഗിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഒരു അന്ന് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് ഇറങ്ങിയതിന്റെ പേരിൽ ഞങ്ങൾ നശിച്ചു പോയാൽ അതിന്റെ നാണക്കേട് നിനക്കാണ്. അതുകൊണ്ട് നിന്റെ നാമം ഈ ദേശത്ത് മഹിമപ്പെടാൻ വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണം. എങ്ങനെ ഉണ്ടായിരിക്കും ഐഡിയ? നല്ല പ്രാർത്ഥനയല്ലേ? ഇങ്ങനെയാണ് ആ പ്രാർത്ഥന. കർത്താവെ, ഞങ്ങള് നിന്റെ പുറകെ നടന്നിട്ട് നയാ പൈസ ഇല്ലാതെ ജീവിച്ച ആൾക്കാർ പറയും, ഇതേ കർത്താവിനെ അന്വേഷിച്ച് പോയിട്ട് അവൻ ഒന്നും ഇല്ലാതായി പോയി. അതേസമയത്ത് ഞാൻ വലിയ കോടീശ്വരനായാൽ അവരെല്ലാം എന്ത് പറയും? ഓ, ദൈവത്തെ അന്വേഷിച്ചവന് ദൈവം. അപ്പൊ ദൈവം ഇങ്ങനെ കാത്തിരിക്കും അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഒരു നല്ല പേര് കിട്ടാൻ വേണ്ടി ആണോ? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുള്ള സൽപ്പേരല്ല ദൈവത്തിന് വേണ്ടത്. യേശുവിനെ പോലെ നിങ്ങൾ ജീവിച്ച് കാണുമ്പോൾ ഉള്ള സൽപ്പേര് മതി. അങ്ങനെയുള്ള ഒരു നല്ല വാക്കിനും മഹത്വത്തിനും വേണ്ടി ദൈവം കാത്തിരിക്കുന്നത്. അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മളെ പോലെ ദൈവവും ഈ ലോകത്തിന്റെ മഹത്വം കണ്ടിട്ട് ആനന്ദിക്കുന്നു വിചാരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ പഴയകാലത്ത് വായിക്കുന്ന ശീലമുള്ള ആൾക്കാരായിരുന്നെങ്കിൽ ഇന്നൊന്നും വായിക്കുന്ന ശീലമില്ല. അതുകൊണ്ട് പഴയ കാലത്ത് എന്ന് പറഞ്ഞത് ഡോക്ടർ ഫോസ്റ്റസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കഥയുണ്ട്. ഒരു ഇത് എഴുതിയ ആൾ ക്രിസ്റ്റഫർ മാർലോ എന്ന് പറഞ്ഞ ആൾ എഴുതിയ ഒരു കഥയാണ്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഒരു ഡോക്ടറാണ്. പുള്ളിക്ക് ഈ ലോകത്തിലെ എൻജോയ്മെന്റ് വേണം. അതുകൊണ്ട് പുള്ളി സാത്താനുമായിട്ടൊരു എഗ്രിമെന്റ് ഏർപ്പെടുകയാണ്. ഭയപ്പെടുത്തുന്ന ഒരു കഥയത്. സാത്താനുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ട് അവൻ പറയുന്നു, ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും എനിക്ക് വേണം. അപ്പൊ സാത്താൻ പറഞ്ഞു, ഓക്കെയാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ സോൾ എനിക്ക് ആദ്യം എഴുതി തരണം. എൻജോയ്മെന്റ് ഞാൻ തരാം. അപ്പൊ അവൻ പറഞ്ഞു, ഓക്കെ, എന്റെ സോൾ നീ എടുത്തോ. ലോകത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും, വീഞ്ഞിന് വീഞ്ഞ്, കള്ളിന് കള്ള്, അവൻ എന്തെല്ലാം വേണമോ. അവസാനം അവൻ പറഞ്ഞു, എനിക്ക് ഈജിപ്തിലെ സുന്ദരിയായ ഒരു രാജ്ഞിയുണ്ട്, എന്താ പേര്, ക്ലിയോപാട്ര. ക്ലിയോപാട്രയുടെ കൂടെ ജീവിക്കണം, അതാണ് അവസാനത്തെ ആഗ്രഹം. അപ്പൊ പിശാച് പറഞ്ഞു, ക്ലിയോപാട്ര എവിടെയാ? ചത്തുപോയില്ലേ? പണ്ടേ പോയി. പിശാച് ഒരു ഭൂതത്തെ വിളിച്ചു. ഭൂതം, അത് ക്രിസ്റ്റഫർ മാർലോയുടെ നാടകത്തിൽ കാണുന്ന വൃത്തികെട്ട ഒരു ഭൂതം, കൊമ്പും വാലും ഒക്കെ ആയിട്ട് വന്നു എന്ന് പറഞ്ഞു, നീ ക്ലിയോപാട്രയായിട്ട് അവന്റെ കൂടെ പൊക്കളാൻ പറഞ്ഞു. ഈ ഭൂതം ക്ലിയോപാട്രയായിട്ട് ഇവന്റെ കൂടെ പോയി. അവസാനം ഇവൻ ഈ ലോകത്തിന്റെ അപ്പുറം ഇപ്പുറം കണ്ട് ലാസ്റ്റ് ആയപ്പോ ഇവന്റെ മരണസമയമായി കഴിഞ്ഞപ്പോ, ഞാനിത് പറയാൻ കാരണം, നമ്മൾ ഈ കാണുന്ന മഹത്വത്തിനെല്ലാം പുറകില് നശിപ്പിക്കുന്ന ഒരു തത്വം അതിന്റെ എല്ലാം പുറകെ ഇരിപ്പുണ്ട്. നമ്മൾ ഇത് പിടിച്ച് മേടിക്കുന്ന ദൈവത്തിന്റെ അടുത്ത് പിടിച്ചു വെച്ച് അവസാനം പിശാചവന്റെ ആത്മാവിനെ കൊണ്ടുവരാൻ വേണ്ടി വരുക. അന്നേരമാണ് ഇവന് മാനസാന്തരം ഉണ്ടാകുന്നേ. ജീവിതം മുഴുവൻ വേസ്റ്റ് ആക്കി ഇനി എന്തു ചെയ്യും? കർത്താവേ, എന്നെ രക്ഷിക്കണേന്നൊരു വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വായിലോട്ട് വരുന്നില്ല, വിളിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടില്ലേ നാളെ മാനസാന്തരപ്പെടാൻ? എന്നിട്ട് നാളെ മാനസാന്തരപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? പറ്റത്തില്ല. ആ കഥ വായിച്ചപ്പോൾ എനിക്ക് ഭയം തോന്നിയതാണ്, ഇന്ന് മാനസാന്തരപ്പെടാതിരുന്നാൽ നാളെ മാനസാന്തരപ്പെടാനൊന്നും പറ്റത്തില്ല. ഇത് പ്രൊഫസി ആയിട്ട് തന്നെ എടുത്തോ. മാനസാന്തരപ്പെടേണ്ട ദിവസം ഇന്നാണ്, നാളെ എന്നൊരു ദിവസം ഇല്ല. കാരണം നാളെ നമ്മൾ മാനസാന്തരം എന്തിയെ നിലവിളിക്കാൻ നോക്കിയ കരച്ചിൽ വരത്തില്ല ഒരു തുള്ളി പോലും. പിന്നെ എങ്ങനെ മാനസാന്തരപ്പെടും?
ഇത് ദൈവത്തിന്റെ ദാനമാണ് മാനസാന്തരം. അത് വരുമ്പോഴേ സ്വീകരിച്ചോണം. നാളെ ആയിക്കോട്ടെ, ഇന്നത്തെ കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് വരില്ല. പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് മാനസാന്തരപ്പെടാൻ പറ്റാതെയുള്ള ശ്വാസം മുട്ടല്. നിങ്ങൾ എത്ര പേരത് അനുഭവിച്ചിട്ടുണ്ട്? അവസാനം പിന്നെ കരഞ്ഞ് നിലവിളിച്ച് അങ്ങ് രണ്ടും കൽപ്പിച്ച് അങ്ങ് നിലവിളിക്കും മാനസാന്തരം എത്തുന്നവരെ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സെക്കൻഡ് കൊണ്ട് മാനസാന്തരപ്പെട്ടേക്കാന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മുടെ അടുത്തോടെ പോലും വരില്ല. ഈ ഡോക്ടർ ഫോസ്റ്റസ് നിലവിളിക്കുക കർത്താവേ എന്നുള്ളതിന്റെ ക എന്ന് പോലും പറയാൻ പറ്റുന്നില്ല. അവനെ പിശാച് അവന്റെ ആത്മാവിനെ ബന്ധിച്ച് കൊണ്ടുപോകുന്നതാണ് ആ കഥ. ഇത് ഓർക്കാൻ കാരണം നമ്മൾ പോലും അറിയാതെ, ആ കഥയുടെ മെസ്സേജ് ഇതാണ്, നമ്മൾ പോലും അറിയാതെ പല പല എഗ്രിമെന്റുകളാണ് ഈ പിശാച് നമ്മുടെ മേൽ വെക്കുന്നത്. ഞാൻ ഭയപ്പെടുത്തിയോ? ഇത്തിരി ഭയം വരുന്നത് നല്ലതല്ലേ? അപ്പോൾ നശിച്ചു പോകുന്ന എന്തിന്റെ മേൽ ഞാൻ കൈവച്ചാലും ആഗ്രഹിച്ചാലും അത് വിഴുങ്ങിയാലും അത് നമ്മളെയാണ് വിഴുങ്ങുന്നത്, നമ്മൾ അതിനെ അല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ദൈവം തരുന്നതെല്ലാം നമുക്ക് ഉപയോഗിക്കാം സ്തോത്രത്തോടെ. പക്ഷേ ദൈവം തരുന്നതേ നമുക്ക് മതി. അല്ലാത്തതിനു വേണ്ടിയുള്ള ഓട്ടം നമുക്ക് നിർത്തുക. ഇനി ഒരൊറ്റ വാക്കും കൂടെ ഞാൻ നിങ്ങളോട് പറയാനുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അത് തേജസ്സിനെ സംബന്ധിക്കുന്ന കാര്യം തന്നെയാണ്. അതാണ് ഉച്ചയ്ക്ക് വിട്ടുപോയൊരു കാര്യമാണ്. തേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദിസ് തേജസ്? നമ്മുടെ മുഖത്തുനിന്ന് ലൈറ്റ് വരുന്നതാണോ? നമ്മളെ കണ്ട സൂര്യനെ പോലെ കണ്ണടച്ചു പോകുന്നതാണോ? എന്താണ് തേജസ്? ഇത് നമുക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ. തേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സമാധാനമാണ്. എന്താണ് ഈ തേജസ്? തേജസ് എപ്പോഴാണ് നമുക്ക് കിട്ടാൻ പോകുന്നേ? കർത്താവിന്റെ വരവില്ല അല്ലെ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അന്നേരം തേജസ് കിട്ടുന്നതല്ല, അന്നേരം തേജസ് വെളിപ്പെടുന്നതാ. എന്തോ വാക്യം രാവിലെ വായിച്ചത്? നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ, നമുക്ക് കിട്ടാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ എന്നാണോ? അല്ല, നമ്മുടെ അകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന തേജസ് അന്ന് വെളിപ്പെടും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞങ്ങൾക്കിത് മൺകൂടാരങ്ങളിലാണ് തന്നിരിക്കുന്നത്. ഈ അത്യന്ത ശക്തി അന്ന് ആ മൺകൂടാരം പൊളിയുമ്പം അത് വെളി വരും. ഇപ്പോഴേ ഉണ്ട്, പക്ഷെ അത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ അകത്ത് എന്തുമാത്രം തേജസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങളുടെ ഉള്ളിലുണ്ടോ ഈ സാധനം? വെളിപ്പെടണ്ടേ? തട്ടിപ്പോയ ഉടനെ ഇത് വെളി വരണം. കർത്താവ് വന്ന ഉടനെ നമ്മുടെ അകത്തുള്ളതേ വെളി വരുള്ളൂ, ഇല്ലാത്ത വരത്തില്ല. അപ്പൊ എന്താണ് ഈ പ്രത്യാശ എന്നുള്ള കാര്യം, അല്ല തേജസ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം ഈ തേജസ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അതിലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് കൃപ എന്താണെന്നുള്ള ചോദ്യം. കൃപ എന്താണെന്ന് മനസ്സിലായാൽ തേജസ് എന്താണെന്ന് മനസ്സിലാവും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, അല്ല 14-ാം വാക്യം. ഓക്കെ, 17-ാം വാക്യം. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഓക്കെ, കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനം. കൃപയെ നിങ്ങൾ ശരിക്ക് വ്യാഖ്യാനിച്ചോ, യു ആർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഡോക്ട്രിൻ. എന്താണ് കൃപ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ കറക്റ്റ് ഉത്തരം പറഞ്ഞോ, നിങ്ങൾ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് പിന്നെ തെറ്റ് പറ്റത്തില്ല, ഉപദേശത്തെറ്റുണ്ടാവില്ല. എന്താണ് കൃപ? അർഹിക്കാത്ത ദാനം എന്നുള്ളതാണ് എല്ലാവരും ആദ്യം പറയുന്ന ഉത്തരം. പക്ഷെ അങ്ങനെ ഒരു ഉത്തരം ഉണ്ട്. എന്നാൽ കൃപ എന്നുള്ള വാക്കിന്റെ ഒന്നാമത്തെ ഉത്തരം അതാണെങ്കിൽ ഈ വാക്യം എങ്ങനെയായിരിക്കും നിങ്ങൾ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യണം. യോഹന്നാൻ 1:14. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം ഞാൻ വായിക്കാം. യോഹന്നാൻ 1:14 ഇങ്ങനെ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ യേശുവിൽ എന്തുണ്ടായിരുന്നു? കൃപ എന്ന് പറയുന്നത്
അർഹിക്കാത്ത ദാനമാണെങ്കിൽ യേശുവിൽ എന്ത് നിറഞ്ഞിരുന്നു? അർഹിക്കാത്ത ദാനം. ഇഫ് കൃപ ഈസ് ഈക്വൽ ടു അർഹിക്കാത്ത ദാനം, യേശുവിൽ നിറഞ്ഞിരുന്ന കൃപ ഈസ് ഈക്വൽ ടു അർഹിക്കാത്ത ദാനം. ഇപ്പൊ യേശുവിൽ അർഹിക്കാത്ത ദാനങ്ങൾ നിറഞ്ഞിരുന്നോ? അപ്പൊ ആ അർത്ഥം അല്ല അവിടെ. കൃപ എന്ന വാക്കിന് ബൈബിളിൽ 3 അർത്ഥങ്ങളുണ്ട്. ഇത് മൂന്ന് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് മൂന്നായിട്ട് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ സാധാരണ ആളുകളോട് പറയാറുണ്ടല്ലോ, ഓ അവന്റെ പാട്ട് എന്ത് കൃപയാണെന്നറിയാമോ? പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്തായിരുന്നു കൃപ? ഓ അവന്റെ പാട്ട് എന്ത് അർഹിക്കാത്ത ദാനമാണ്. അങ്ങനെയാണോ? ആണോ? ചിലപ്പോ നിങ്ങൾ ഇങ്ങനെ പറയാറില്ലേ, കാണാൻ വലിയ ഗുണമില്ലെങ്കിലും ഭയങ്കര കൃപയാണ്. അപ്പൊ എന്തായി കൃപ? ശരി, നിങ്ങൾക്ക് മലയാളം അത്രയും മനസ്സിലാവില്ലായിരിക്കും, ഇംഗ്ലീഷിൽ പറയാം. ഓ ആ കൊച്ചിനെ നോക്കിയേ, എന്ത് ഗ്രേസ്ഫുൾ ആണ്. ഗ്രേസ് എന്താ അർത്ഥം? മനസ്സിലായില്ല? പറയട്ടെ. ഹൃദയത്തിൽ ആനന്ദമുണ്ടാക്കുന്ന അലൗകികമായ ആകർഷിക്കുന്ന ഒരു സൗന്ദര്യം, അതിനെയാണ് കൃപ എന്ന് പറയുന്നത്. അല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കിയാൽ മതി. ഒന്നാമത്തെ അർത്ഥം ഇതാണ്, എ ക്വാളിറ്റി ദാറ്റ് മേക്സ് സംതിങ് അട്രാക്റ്റീവ്, ബ്യൂട്ടിഫുൾ ആൻഡ് പ്ലീസിങ്. എന്ത് കൃപയാണെന്നറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു ഭാഷയിൽ അത് എങ്ങനെ പറയാന്നറിയോ? എന്തൊരു തേജസ്സാണെന്നറിയാമോ? അപ്പൊ യേശുക്രിസ്തുവിൽ നിറഞ്ഞിരുന്ന കൃപ എന്ന് പറയുന്നത് അർഹിക്കാത്ത ദാനമല്ല, പിന്നെ എന്താണ്? നമ്മളെ ആകർഷിച്ചെടുക്കുന്ന അസാമാന്യമായ സൗന്ദര്യമായിരുന്നു. അത് ഈ ലോകം കാണുന്ന പോലെ ഫെയർ ആൻഡ് ലവ്ലി തേച്ചിട്ടുണ്ടാകുന്ന സൗന്ദര്യമല്ല, ദൈവപ്രസാദത്തിൽ നിന്നുണ്ടാകുന്ന സൗന്ദര്യം. ദൈവപുത്രന്റെ തേജസ്സായിരുന്നു ആ കൃപയായിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആരുടെയും കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? ഞാൻ പിന്നെ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ എന്ന് ചോദിക്കുമെങ്കിലും ആരും അങ്ങനെ ഇംഗ്ലീഷ് ബൈബിൾ കൊണ്ടുവരാറില്ലെന്ന് തോന്നുന്നു. ഡു യു ഹാവ് എൻ ഇംഗ്ലീഷ് ബൈബിൾ? ഓക്കെ, വുഡ് യു റീഡ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 14? ശ്രദ്ധിച്ചോ. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് എന്ന് പറഞ്ഞാൽ വചനം ജഡമായി തീർന്നു. ഒത്തിരി ഉറക്കെ വായിക്കണേ. മെയ്ഡ് ഹിസ് ഡ്വെല്ലിംഗ് എമംഗ് അസ് എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ ഇടയിൽ അവന്റെ താമസം സ്ഥാപിച്ചു. വി ഹാവ് സീൻ ഹിസ് ഗ്ലോറി, ഞങ്ങൾ അവന്റെ മഹത്വത്തെ, തേജസ്സിനെ കണ്ടു. ദ ഗ്ലോറി ഓഫ് ദി വൺ ആൻഡ് ഓൺലി, ഒരേയൊരു പുത്രന്റെ തേജസ് ഞങ്ങൾ അവനിൽ കണ്ടു. ഹു കെയിം ഫ്രം ദ ഫാദർ, പിതാവിൽ നിന്ന് വന്ന ഏകജാതന്റെ തേജസ് ഞങ്ങൾ അവനിൽ കണ്ടു. ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. എങ്ങനെ കണ്ടു ഈ തേജസ്സിനെ? കൃപയും സത്യവും നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടു. അതായിരുന്നു തേജസ്. എന്തായിരുന്നു യേശുവിന്റെ തേജസ്? അവനിൽ ദൈവികമായ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. നമ്മൾ ഓടി നടക്കുന്ന ഏത് സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയാ? ദൈവികമായ സൗന്ദര്യം കൂടാൻ എന്ത് ചെയ്യണം? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവികമായ സൗന്ദര്യം വേണമെന്ന്? എന്തായാലും ഭൂമിയിലുള്ള സൗന്ദര്യം കിട്ടിയില്ലെങ്കിൽ പോട്ടെ, എന്നാൽ ദൈവികമായതെങ്കിലും കിട്ടും, അങ്ങനെയാണോ? ദൈവികമായ സൗന്ദര്യം എന്ന് പറയുന്നത് സാധു സുന്ദർ സിംഗിനുണ്ടായിരുന്നു. ഞാൻ കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കഥയും പറയാവുന്നുണ്ട്. സത്യമാണോ എന്ന് അറിയത്തില്ല. സാധു സുന്ദർ സിംഗ് നടക്കുമ്പോൾ മൃഗങ്ങളെല്ലാം ഇതിന്റെ തേജസ് കണ്ടിട്ട് അനുസരിക്കുമായിരുന്നെന്നും, ഇംഗ്ലണ്ടിൽ ഏതോ ഒരു വീട്ടിൽ ചെന്നപ്പം ഇതാ യേശു വന്നിരിക്കുന്നു പറഞ്ഞിട്ട് കൊച്ചു ഓടി നടന്നെന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഇത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സൗന്ദര്യം നമ്മൾ കാണുന്ന മുഖത്തിന്റെ ഫീച്ചേഴ്സ് അല്ല, അതൊന്നിനും കൊള്ളത്തില്ലെങ്കിലും, മനുഷ്യരുടെ ദൃഷ്ടിയിൽ വെറും ഒന്നുമില്ലെങ്കിലും, ദൈവം നമുക്ക് തരുന്ന ഒരു തേജസ്സാണ് ആ കൃപ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയുന്നത്, കാണാൻ വലിയ ഗുണമില്ലെങ്കിലും ഭയങ്കര കൃപയാണ്. കാണാൻ ഗുണമില്ലാത്ത ആരും ഇല്ലാവത്തില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഞാനൊരു എക്സാമ്പിൾ, സാധാരണ പ്രയോഗം ഞാൻ അങ്ങ് പ്രയോഗിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇനി 16-ാം വാക്യം വായിച്ചേ. 16-ാം വാക്യം.
അവന്റെ നിറവിൽ നിന്ന്. അപ്പൊ അവനിൽ ഇങ്ങനെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കും. അപ്പൊ കൃപ എന്തുവാ? ഈ കൃപ എന്താന്ന് അവർ ഇംഗ്ലീഷ് ഡിക്ഷണറി ഒരു പ്രാവശ്യം നോക്കിയായിരുന്നെങ്കിൽ ഈ കൃപക്കാരെന്ന് പറഞ്ഞൊരു വർഗം ഉണ്ടാവത്തില്ലായിരുന്നു. ഇംഗ്ലീഷ് ഡിക്ഷണറി ഒന്ന് തുറന്നു നോക്കിയായിരുന്നെങ്കിൽ. കൃപക്കാരെന്ന് പറഞ്ഞ വർഗം ഞാൻ ഉദ്ദേശിച്ച ചീപ്പ് ഗ്രേസ് പറയുന്ന ആൾക്കാരെ കുറിച്ചാണ്. അവന്റെ കൃപയുടെ നിറവിൽ നിന്ന്, അവന്റെ നിറവിൽ നിന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു? നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ. അപ്പൊ എന്താ ഇത്? ഒഴുകി വന്ന് നമ്മളിൽ നിറയുന്ന ഒരു സംഗതിയാണ് ഈ കൃപ എന്ന് പറയുന്നത്. എത്രമാത്രം നമ്മൾ യേശുവിന്റെ അടുത്ത് ചേർന്ന് നടക്കുന്നോ അത്രമാത്രം ദൈവത്തിന്റെ കൃപ വന്ന് നമ്മളിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. ആ തേജസ് നമ്മളിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ആർക്കും കാണാൻ പറ്റത്തില്ല. നമ്മൾ പെട്ടെന്ന് ആൾക്കാർ കാണുമെന്ന് വിചാരിക്കണ്ട. ഇത് മൺപാത്രങ്ങളിൽ അത്രേ പകരപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അകത്ത് നിറയുന്ന തേജസ് ഒരുപക്ഷെ വെളിയിൽ ആരും കണ്ടില്ലെന്ന് വരും. പക്ഷെ എന്തായാലും യേശുവിന്റെ കൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ അവന്റെ കൃപയുടെ നിറവിൽ നിന്ന് നമ്മൾ ഈ കൃപ പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇരിക്കും. ഒരു നിമിഷം നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വന്ന് നിന്നിരുന്ന ഈ കൃപ തേജസ്സായി, പുത്രന്റെ തേജസ്സായി വെളിപ്പെടും. അപ്പൊ ഈ തേജസ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? ദൈവം നമ്മളെ നോക്കുമ്പം ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ആ എന്ത് ക്വാളിറ്റി ആണോ നമ്മളിൽ വന്ന് നിറയുന്നത് അതിനെയാണ് കൃപ എന്ന് പറയുന്നത്. മനുഷ്യർ നോക്കുമ്പോൾ സന്തോഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡൈ ചെയ്യുന്നതും പൗഡർ ഇടുന്നതും സ്നോ ഇടുന്നതും ഒക്കെ. ദൈവം നോക്കുമ്പോൾ സന്തോഷം തോന്നണമെങ്കിൽ നമ്മൾ യേശുവിന്റെ കൂടെ നടക്കണം, മാറാതെ നടക്കണം. അപ്പോൾ അവന്റെ കൃപയുടെ നിറവിൽ നിന്ന് ഈ അലൗകികമായ സൗന്ദര്യം നമ്മുടെ മുഖത്ത് വന്ന് നിറയും. നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് കൃപ വെളിയിലോട്ട് വരും. ഇപ്പൊ വേറെ എന്തൊക്കെയോ വെളിയിലോട്ട് വരുന്നേ. എന്താ കൃപ എന്ന് മനസ്സിലായ ഒരർത്ഥം ഇതാണ്. ഒരർത്ഥം ലവ്ലി, ബ്യൂട്ടിഫുൾ, അട്രാക്റ്റീവ്, പ്ലീസിങ്. ഇതാണ് തേജസ്സുമായി ബന്ധമുള്ള കൃപയുടെ അർത്ഥം. ഇനി കൃപയ്ക്ക് വേറൊരു അർത്ഥമുണ്ട്. അത് റോമാലേഖനം 5-ാം അധ്യായത്തിലാണുള്ളത്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 1-2 വാക്യങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അടുത്ത വാക്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. അതേത് കൃപയാണ്? ഞാൻ ഇന്നലെ നിങ്ങളോട് ടാർഗറ്റിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? സെൻട്രൽ ടാർഗറ്റിൽ എറിഞ്ഞു കൊള്ളിച്ചാൽ മാത്രമേ നമ്മൾ നീതിമാനാവുന്നുള്ളൂ സ്വർഗത്തിൽ. അപ്പോൾ ഒരാളെ നീതിമാനെന്ന് വിളിക്കണമെങ്കിൽ നീതി പ്രവർത്തിച്ചവനെ മാത്രമേ വിളിക്കാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ എന്നെ നീതിമാനെന്ന് വിളിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും നീതി പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കണം. അതാണ് ന്യായം, അതാണ് മെറിറ്റ്. എന്നാൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയോ? വിശ്വസിക്കുന്നവരെയെല്ലാം നീതിമാനെന്ന് വിളിക്കാൻ തീരുമാനിച്ചു. അതാണ് കൃപ. ഉന്നം പിടിക്കുന്നവരെയെല്ലാം നീതീകരിക്കാൻ തീരുമാനിച്ചു. യേശുവിനെ ലക്ഷ്യമാക്കി ഓടുന്നവർക്കെല്ലാം ദാനമായി ഈ നീതി തരാൻ തീരുമാനിച്ചു. യേശുവിന്റെ നീതി എന്റെ അക്കൗണ്ടിൽ ചേർത്തു. വിശ്വാസം നീതിയായി കണക്കിട്ടു. അതിനെയാണ് കൃപ എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിൽ നമുക്ക് എന്തില്ല? മെറിറ്റ് ഇല്ല, നീതിയുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, യേശുവിന്റെ നീതിക്ക് വേണ്ടി ആഗ്രഹിച്ചത് കൊണ്ട് അത് എന്റെ അക്കൗണ്ടിൽ വന്നു. കൃപയാൽ എന്ന് പറഞ്ഞാൽ അൺമെറിറ്റഡ്, മെറിറ്റ് ഇല്ല, ദാനമാണ്, കൃപയാണ്. അവിടെയാണ് അൺമെറിറ്റഡ് ഫേവർ എന്ന വാക്ക്. അതായത് അർഹിക്കാത്ത ദാനമാണ് നമുക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യം മൊത്തം. ഇതെല്ലാം യേശുവിന്റെ അനുസരണം കാരണം വന്നതാണ്, നമ്മുടെ അനുസരണം കാരണം വന്നതല്ല. നമ്മൾ വിശ്വസിച്ച് യേശുവിന്റെ പിന്നാലെ ഓടുമായിരുന്നു. ആ ഓട്ടമാണ് ദൈവം കണക്കിട്ടത്. ഞാൻ ഇന്നലെ ഇത് വിശദീകരിച്ചാണ്, അതുകൊണ്ട് ഇന്ന് വിശദീകരിക്കാൻ സമയമില്ല. അൺമെറിറ്റഡ് ഫേവർ. അപ്പൊ കൃപക്കാര് പറയുന്ന പോലെ ചുമ്മാ ഇരിക്കുന്നവന് കിട്ടുന്നതല്ല ഇത്, ഓടുന്നവന് കിട്ടുന്ന പ്രൈസാണ്. പക്ഷെ അപ്പോഴും നമ്മൾ അർഹത ഉണ്ടായിട്ടല്ല, യേശു അനുസരിച്ച് അനുസരണത്തിന്റെ ഫലമാണ് നമ്മുടെ അക്കൗണ്ടിൽ ചേർക്കുന്നത്. ഇനി മൂന്നാമത് ഒരു കൃപയും കൂടെ ഉണ്ട്. അത് കാണണമെങ്കിൽ 2 കൊരിന്ത്യ ലേഖനം 12:7.
12:7. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. പൗലോസിനാട്ടോ. നമുക്ക് എല്ലാവർക്കും കാണും, കണ്ടുപിടിച്ചിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ, എവിടെയെങ്കിലുമൊക്കെ കാണും. വെളിപ്പാടുള്ളവർക്ക് മതി അല്ലേ? എല്ലാവർക്കും ശൂലത്തിന്റെ ആവശ്യമില്ല. ഈ വെളിപ്പാട് എന്ന് പറയുന്നത് ആർക്കായി വെളിപ്പാട് കിട്ടുന്നേ? നിങ്ങൾക്ക് ദൈവത്തിന്റെ വെളിപ്പാട് വേണമെങ്കിൽ എന്ത് ചെയ്യണം? എത്ര ദിവസം ഉപവാസം വരുന്ന വെളിപ്പാട് കിട്ടും? അനുസരിക്കാൻ തുടങ്ങിയ വെളിപ്പാട് വരും. കർത്താവിനോട് പറയാം, കർത്താവേ ഞാൻ നീ പറഞ്ഞ അനുസരിക്കാൻ പോവാ. അനുസരിച്ചോ. അനുസരിച്ചാൽ പ്രതിഫലം എന്താണെന്നറിയോ? കൂടുതൽ കൂടുതൽ വെളിപ്പാട് കിട്ടും. ഇനി എന്താ അനുസരിക്കേണ്ടത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം എൻ്റെ ഒരു റിലേറ്റീവ് എന്നോട് ചോദിച്ചു, എനിക്ക് ബൈബിൾ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഏത് ബൈബിൾ കോളേജിലാണ് പോകേണ്ടത്? ഞാനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്തിനാ ബൈബിൾ കോളേജിൽ പോകുന്നത്? ബൈബിൾ പഠിക്കാൻ വേണ്ടിയാണ്. ഞാൻ ബൈബിൾ പഠിക്കാൻ ഇതിനേക്കാൾ രസകരമായതും എന്നാൽ പൈസ ചെലവില്ലാത്തതുമായ വേറൊരു വഴി പറഞ്ഞു തരട്ടെ. എന്താണ് ആ വഴി? ഞാൻ പറഞ്ഞു, യേശു പറഞ്ഞ എത്ര കൽപ്പനകൾ അറിയാം? കുറെ കൽപ്പനകൾ അറിയാം. അനുസരിച്ച് തുടങ്ങിക്കോ, ബാക്കി ദൈവം വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. ചുമ്മാ മുട്ടയിലിരുന്ന പഠിക്കാന്നല്ല ഞാൻ പറഞ്ഞു. അനുസരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം പറഞ്ഞു തന്നുകൊണ്ടിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. ഈ അനുസരിക്കാനല്ലാതെ റിസർച്ച് ചെയ്യാൻ വേണ്ടി ബൈബിൾ പഠിച്ചാൽ കർത്താവിന് ബാധ്യതയുണ്ടോ പിന്നെ പഠിപ്പിക്കാൻ? ഉണ്ടോ ഇല്ലയോ? ഇന്ന് PhD എടുക്കാൻ പോകുന്നത് എന്തിനാ? റിസർച്ച് ചെയ്യാൻ വേണ്ടിയാ. ഇപ്പൊ കർത്താവ് എന്തിനാണ് നീ വന്നത്? ചുമ്മാ നിന്നെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിച്ചൊരു പുസ്തകം എഴുതാൻ വേണ്ടി വന്നു. കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കോ? നിങ്ങൾ പറ. അനുസരിക്കുന്ന മക്കൾക്കാണ് പിതാവ് അവന്റെ ഹിതത്തെ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പാ നിങ്ങൾക്ക് വെളിപ്പാടുകളുടെ ബഹളമായിരിക്കും. പൗലോസിന് ഇവൻ എങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുന്നു? അനുസരിക്കാൻ വേണ്ടി അവൻ പെടാപ്പാട് പെട്ടപ്പോ കർത്താവ് പറഞ്ഞു, ഇങ്ങനെയാടാ, അങ്ങനെയാ. കാരണം ഇറങ്ങിയേക്കുമല്ലേ, ഇപ്പൊ കാണിച്ചു കൊടുക്കണ്ടേ? തന്നോട് ചോദിക്കുന്ന മക്കൾക്ക് എത്രമാത്രം വേണമെങ്കിലും. ചിലർ പറയാറുണ്ട്, ബൈബിൾ വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല ബ്രദർ. എന്താ മനസ്സിലാകാത്തത്? നമ്മൾ ചുമ്മാ മനസ്സിലാകുന്നതിന്റെ ത്രില്ലിന് വേണ്ടിയാ വായിക്കുന്നത്, അനുസരിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. അനുസരിക്കാൻ വേണ്ടി വായിച്ചാൽ മനസ്സിലാകാതിരിക്കത്തില്ല. ഓക്കെ ആണോ? സന്തോഷമാണോ? ഓക്കെ. ശൂലം കിട്ടി, നല്ല കാര്യം. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അയ്യോ, അതാരായിരിക്കും ആ സാധനം? നിങ്ങൾ ആരാന്നാ കണ്ടുപിടിച്ചത് ഈ സാത്താന്റെ ദൂതൻ? പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. ചിലർ പറയുന്നത് പൗലോസിന് ഒരു പാപത്തിൽ നിന്ന് മാത്രം എന്ത് ചെയ്താൽ വിടുതൽ കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ സാത്താൻ എപ്പോഴും എന്ന് പറയായിരുന്നു, കണ്ടോ നീ വലിയ വെളിപ്പാടുകാരനായിട്ട് നീ ഒരു കാര്യത്തിൽ രക്ഷപ്പെട്ടിട്ടില്ലല്ലോ. സാത്താൻ കുറ്റം പറയണമെങ്കിൽ എന്തെങ്കിലും കുറ്റം വേണമല്ലോ. അപ്പം ദൈവത്തോട് ഇത് മാറ്റണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞ സാരമില്ല, നിന്റെ പാപം അവിടെ ഇരുന്നോട്ടെ എന്ന് പറയും. അങ്ങനെ പറയോ ദൈവം? അങ്ങനെ പറയൂല. അപ്പൊ അത് പാപമല്ല, ദൈവത്തിന് പാപം സഹിക്കാൻ പറ്റത്തില്ല. പിന്നെന്തോ രോഗമാന്ന് പറയുന്നത്? രോഗമാണെങ്കിൽ സാത്താന്റെ ദൂതം വന്ന് എന്തിനാ കുത്തുന്നേ? സാത്താന്റെ പണി തന്നെ കുറ്റം പറച്ചില്ല. അപ്പൊ ഈ സാത്താന്റെ ദൂതൻ വന്ന് കുത്തണമെങ്കിൽ നിനക്ക് രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് കുത്താൻ പറ്റുമോ? പറ്റത്തില്ല. ഇതൊക്കെ ആകാം, എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചിന്തിച്ചപ്പോഴേ എനിക്കും ഒരു പിടിയും കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ ഈ ആന്ധ്രയിൽ നിന്ന് ഞാൻ കേരളത്തിൽ ഒന്ന് താമസമാക്കി 1-2 ആഴ്ചക്കുള്ളിൽ എനിക്ക് മനസ്സിലായി ഇത് എന്താ സാധനം. ഒരു പക്ഷെ ഇതായിരിക്കും. ഞാൻ നിങ്ങളോട് പറയാം ഇതെന്താ. ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നല്ല കാര്യം, അതിന്റെ വേറെ രീതിയിൽ ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആന്ധ്രയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? മിഷണറി വേലയായിരുന്നല്ലോ അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് വിളിച്ചോണ്ടാണ്. കാരണം വചനം പഠിപ്പിക്കാനുള്ള ഒരു കോള് വന്നതുകൊണ്ടാണ്, അങ്ങനെ ഒരു വിളി എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ്, കേരളത്തിലെ ജനങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ടെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പഠിപ്പിക്കാനല്ല, കർത്താവിനെ പഠിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. അടുത്ത ചോദ്യം, ഈ ജനങ്ങൾ ആരും വിളിച്ചില്ല എങ്കിൽ, പ്രസംഗിക്കാൻ വിളിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വിളിച്ചില്ലേ പോവില്ല, വീട്ടിലിരിക്കും. ഇപ്പൊ വിളിച്ചില്ലെങ്കിൽ തിരിച്ചു പോകുമെന്ന് പറയുകയാണെങ്കിൽ എന്ത് പറഞ്ഞേനെ? കണ്ടോ, ഒരു ലക്ഷ്യമില്ലാതെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു.
വിളിച്ചില്ലെങ്കിൽ ഞാൻ ചുമ്മാ ഇരിക്കുന്ന പറഞ്ഞ പറയാ. കണ്ടോ, ആളുകളെ കുറിച്ച് ഒരു ബോധവും ഇല്ല എന്ന് പറഞ്ഞ ഒരു ഭാരവും ഇല്ലാത്ത ആളാണ്. അപ്പൊ ഇയാൾ മനഃപൂർവ്വം കുറ്റം പറയാൻ വേണ്ടിയായിരുന്നല്ലേ? ആണോ അല്ലയോ? ചില ആൾക്കാർ അങ്ങനെ എന്തു പറഞ്ഞാലും കുറ്റം പറയും. 500 രൂപ കൊടുത്താൽ പറയും, കണ്ടോ അവൻ കാണിക്കുന്നുണ്ട് 500 രൂപ കൊടുത്തത് അവൻ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയാ. 100 രൂപ കൊടുത്തുള്ളേ പറയും 100 അവൻ കൊടുത്തത്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ ചുറ്റും കിട്ടിയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കുറ്റം പറയുന്നതിന്റെ ഉസ്താദുകൾ. അപ്പൊ സാത്താന്റെ ഒരു ദൂതൻ ആരുടെ പുറകെ കൂടിയിട്ടുണ്ട്? ആരുടെ കൂടെ കൂടിയിട്ടുണ്ട്? പൗലോസിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഈ പൗലോസ് എന്ത് ചെയ്താലും ഇവൻ കുത്തിക്കൊണ്ടിരിക്കും. നീ ഇത് ആൾക്കാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നല്ലേടാ. പൗലോസിന് സഹിക്കാൻ പറ്റത്തില്ല. പൗലോസ് കർത്താവിനോട് ചോദിക്കുമായിരിക്കും, ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാമോ? കർത്താവ് പറഞ്ഞ അധികം ഞെളിയാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ കുത്താൻ ഒരാളെ കൂടെ വിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നി ഇത് കുറച്ചും കൂടെ അർത്ഥവത്തായെന്ന് എനിക്ക് തോന്നി. ഈ സാത്താന്റെ ദൂതൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറ്റം പറയുന്നവനായിരിക്കണമല്ലോ. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട് അവിടെ, അതാണ് കൃപയുടെ. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ഈ ദൂതൻ പോകേണ്ടതിന് വേണ്ടി, വിട്ടുപോവാൻ. ഇറങ്ങിപ്പോളാന്ന് പറയാനും പറ്റത്തില്ല. കർത്താവിന്റെ ക്ഷമ വേണമല്ലോ. ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചു ഒന്ന് നീക്കി തരണേന്ന്. ഇങ്ങനെ അങ്ങ് സങ്കല്പിച്ച എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോ രോഗമാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ കർത്താവ് എന്തു പറഞ്ഞു? എന്റെ കൃപ നിനക്ക് മതി. അപ്പൊ കൃപ എന്തോ? ഇവിടുത്തെ കൃപ എന്തോ? എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ ഇവിടുത്തെ കൃപ എന്താ? അടുത്ത വാക്യത്തിൽ അതിന് അർത്ഥം എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ശക്തി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പൊ കൃപ എന്തോ? നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തിയാണ് കൃപ. എന്തോ ബ്യൂട്ടിഫുൾ ആണല്ലേ കൃപ എന്നുള്ള വാക്ക്. അടുത്ത വാക്യം നോക്കിയേ. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അപ്പൊ ഞാൻ ബലഹീനനാണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആരുടെ ശക്തിയാ വെളിയിൽ കാണുന്നത്? ക്രിസ്തുവിന്റെ ശക്തി. കർത്താവിന്റെ സ്വഭാവം കണ്ടിട്ടുണ്ടോ? ബലഹീനന്മാരെ തെരഞ്ഞെടുത്ത കർത്താവ് വിളിക്കുന്നത്. കാരണം വെളിപ്പെടേണ്ടത് ഇവന്മാരുടെ ശക്തിയല്ല, ക്രിസ്തുവിന്റെ ശക്തിയാണ്. വിക്കുള്ളവനായ മോശ തൊട്ട് അക്ഷരാഭ്യാസം ഇല്ലാത്തവന്മാരെ വരെയാണ് കർത്താവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്. ഇപ്പൊ മനസ്സിലായി എന്നെ എന്തിനാ വിളിച്ചതെന്ന്, നിങ്ങളെ എന്തുകൊണ്ടാ വിളിക്കുന്നതെന്ന്? ഇതാ കാര്യം. ലോകത്തിൽ വലിയ വലിയ ആൾക്കാരെ വിളിച്ചാൽ അവന്മാരൊക്കെ അവന്മാരുടെ ഗമയിൽ നടക്കത്തേ ഉള്ളൂ. പക്ഷെ എന്നെ പോലെയുള്ള കഴുതകളെ വിളിച്ചാലേ ഇത് കർത്താവാണ് ഇത് ചെയ്യുന്നത് നാട്ടുകാരെങ്കിലും പറയത്തുള്ളൂ. എന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തിയാണ് കൃപ. ചില ആൾക്കാർ കൃപയെക്കുറിച്ച് പറയുമ്പം ഈ ശക്തിയുടെ കാര്യം മാത്രമേ പറയത്തുള്ളൂ. വേറെ ചിലർ കൃപയെക്കുറിച്ച് പറയുമ്പം ഒന്നും ചെയ്യാതിരുന്ന ചുമ്മാ കിട്ടുന്നതെന്നേ പറയത്തുള്ളൂ. വേറെ ചിലർ കൃപയെക്കുറിച്ച് പിന്നെ ഒന്നും പറയാറില്ല. ഇത് മൂന്നും നമ്മൾ മനസ്സിലാക്കി ഇതിലേതാ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്? എല്ലാം. ഇതെല്ലാം ഒരുപോലെ നമുക്ക് ആവശ്യമാണ്. ഈ കൃപയുടെ 3 തലങ്ങളും. ഈ യേശുവിന്റെ തേജസ് നമ്മളിൽ നിറഞ്ഞു വരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഓട്ടത്തിന്റെ അവസാനം ട്രോഫി വാങ്ങിക്കേണ്ടത് ആവശ്യമാണ്. അത് കൃപയാണ്, മെറിറ്റ് അല്ല. നമ്മുടെ ബലഹീനതകളെ മറച്ചു വെക്കുന്ന ദൈവത്തിന്റെ ശക്തി, അതിനെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം നമുക്ക് ജീവനെ പോലെ പ്രിയമുള്ളതും ആവശ്യമുള്ളതുമാണ്. പ്രാർത്ഥിക്കാൻ എന്തെല്ലാം വിഷയം. എന്റെ ദൈവമേ നിന്റെ കൃപ എനിക്ക് തരണമേ എന്ന് പറയുമ്പോൾ എന്തെല്ലാം അർത്ഥമുണ്ട് അതിനകത്ത്. ഈ പൗലോസ് വിഷയം എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ കൃപ എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിന്റെ തേജസ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ. അവന്റെ ശക്തി നിങ്ങളുടെ ബലഹീനതകളെ മറയ്ക്കട്ടെ. അതാ ആഗ്രഹം, അതാ അപ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മളിൽ നിറഞ്ഞു വന്ന് അവസാന കാഹളനാദം കേൾക്കുമ്പോൾ നാം തേജസ്കരിക്കപ്പെടാൻ എന്തുമാത്രം യേശുവിന്റെ കൂടെ ചേർന്ന് നമ്മൾ നടന്നിട്ടുണ്ടെന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ തേജസ്കരണം നടക്കാൻ പോകുന്നത്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഈ ഭാര്യയും ഭർത്താവും കൂടെ. ഇപ്പൊ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളി, എൻ്റെ ഭാര്യ
കന്നഡ മാതൃഭാഷയുള്ള ആളാണ്. അതുപോലെ ഞങ്ങളുടെ ദേശങ്ങൾ തമ്മിൽ 1000-ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു സാദൃശ്യവും ഇല്ല. പക്ഷെ 10-15 വർഷം ഒന്നിച്ച് ജീവിക്കുമ്പോൾ നാട്ടുകാരാണെങ്കിലും പറയാം അച്ചായനും കൊള്ളാം അമ്മാമയും കൊള്ളാം, രണ്ടും ഒരുപോലെ. ഇതെങ്ങനെ ഒരുപോലെ ആയത്? കുറെ നാള് കൂടെ നടക്കുമ്പം ചിലപ്പോ ഈ ഷേപ്പ് പോലും ഒരുപോലെ ആയി പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഇതെങ്ങനെ ഷേപ്പ് ഒരുപോലെ ആകുന്നത് ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഒരുപോലെ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചായൻ ചിരിക്കുന്ന പോലെ അമ്മാമ ചിരിക്കുന്ന പോലെ അച്ചായൻ ചിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇത് നമ്മൾ അറിയാതെയുള്ള ഒരു കോപ്പിയിങ് ആൻഡ് ഇമിറ്റേഷൻ സിസ്റ്റമാണ്. അതുകൊണ്ട് കുറെ ഭയങ്കര സദൃശ്യം, ഒന്നിച്ച് നടക്കുന്ന ആളുകൾക്ക് തമ്മിൽ ചിന്താഗതികളിൽ ഒരു സിന്തസിസ് ഉണ്ടാവും. യേശുവിന്റെ കൂടെ നമ്മൾ എത്ര നാൾ നടന്നാലും അവൻ നമ്മുടെ സ്വഭാവം ഒന്നും പിടിക്കില്ല, പക്ഷെ അവന്റെ സ്വഭാവം നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ നമ്മളെ കണ്ട യേശുവിനെ പോലെ ഇരിക്കും. ഇതിനെയാണ് ഈ തേജസ്കരണം എന്ന് പറയുന്നത്. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ ഈ നടപ്പിനെ കുറിച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പണ്ട് ബൈബിൾ കോളേജ് പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ഷെൽഫിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ഷെൽഫിന്റെ പേര്, ബുക്കിന്റെ പേര് 3 മൈൽ ആൻ അവർ ഗോഡ് എന്നായിരുന്നു. 3 മൈൽ ആൻ അവർ ഗോഡ്. ശ്രദ്ധിച്ചോ അത്? എന്താ പേരെന്ന്? 3 മൈൽസ് പെർ മണിക്കൂർ ദൈവം. ഇത് ഞാൻ കണ്ടു, പുസ്തകത്തിന്റെ പേര് കണ്ടു. അപ്പൊ ഇത് ആരെഴുതിയെന്ന് നോക്കി കഴിഞ്ഞപ്പോ ഒരു ജപ്പാനീസ് തിയോളജിയനാണ്. അവന്റെ പേര് കൊസുക്കി കൊയാമ. നിങ്ങൾക്ക് നിവൃത്തി കൊണ്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ തിരിച്ച് ബസ്സിൽ അന്ന് എന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ആലോചിച്ചു, എന്താണ് ഈ 3 മൈൽ ആൻ അവർ ഗോഡ്? ബസ്സാണെങ്കിൽ 60 മൈൽ പെർ അവർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ബസ് 60 മൈൽ പെർ അവർ, ദൈവം 3 മൈൽ പെർ അവർ, സൈക്കിളിന്റെ സ്പീഡ് 20 കിലോമീറ്റർ പെർ അവർ, കാറിന്റെ സ്പീഡ് 150, മതിയാകുന്നില്ല 300, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്പീഡ് മാത്രം 3 മൈൽ പെർ അവർ. ഞാൻ ആലോചിച്ചു, എന്തോ ഇത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ആലോചിച്ചപ്പോ എനിക്കൊരു സൊല്യൂഷൻ ഇങ്ങനെ കിട്ടി. കാരണം ഈ 3 മൈൽ പെർ അവർ എന്ന് പറയുന്നത് നമ്മൾ നടക്കുന്ന സ്പീഡാ. നടക്കുന്ന സ്പീഡ് 1 മണിക്കൂറിൽ 3 മൈൽ, ഏതാണ്ട് ഒരു 5.5 കിലോമീറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ വാക്കിംഗ് സ്പീഡിൽ നടന്നാൽ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ഒരു 5.5 കിലോമീറ്റർ 6 കിലോമീറ്റർ പോകും. അപ്പൊ ദൈവത്തിന്റെ സ്പീഡ് എന്താന്ന് ഒരാൾ ചോദിച്ചാൽ പറഞ്ഞ, മനുഷ്യന്റെ നടക്കുന്ന സ്പീഡാണ് ദൈവത്തിന്റെ സ്പീഡ്. ഞാൻ ഇതിനെക്കുറിച്ച് കുറെ ആലോചിച്ചു. എന്താ ദൈവം ഇത്ര സ്ലോ ആയിട്ട് നടക്കുന്നത്? ഇത്തിരി സ്പീഡിൽ നടന്നായിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തെ കണ്ടുപിടിക്കാമായിരുന്നു. ഇപ്പൊ ദൈവം എവിടാന്ന് പോലും കാണാൻ പറ്റുന്നില്ല, നമ്മുടെ അതേ സ്പീഡ് നടക്കുന്നുണ്ട്. ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും കർത്താവ് എന്നെ ഒന്ന് പറപ്പിച്ചുകൊണ്ട് പോകണമെന്ന്. പക്ഷെ കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നേ ഉള്ളൂ, സ്പീഡില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും എന്റെ കർത്താവെ ഈ പ്രോബ്ലം ഭയങ്കരമാണ്, എന്നെ നീ ഒന്ന് പറപ്പിച്ചു കൊണ്ടുപോകണം ഇതിന്റെ മുകളിൽ കൂടെ. കർത്താവ് പറയും, നീ നടക്കടാ പതുക്കെ, നിന്റെ സ്പീഡ്, എന്റെ സ്പീഡിൽ നീ വരണ്ട, നിന്റെ സ്പീഡിൽ ഞാൻ നടന്നോളാം. അപ്പൊ നമുക്ക് അത്ഭുതവും ഇല്ല, ഒന്നുമില്ല. കർത്താവ് എന്റെ കൂടെ എന്റെ സ്പീഡിൽ നടന്ന അത്ഭുതം ഉണ്ടോ? കർത്താവിന്റെ സ്പീഡിൽ എന്നെ കൊണ്ടുപോയ ഭയങ്കര അത്ഭുതം. ഞാൻ പറയും അത്ഭുതകരമായിട്ട് ദൈവം എന്നെ വിടുവിച്ചു ബ്രദറെ. പക്ഷെ ഇപ്പൊ കർത്താവ് സ്പീഡ് കൂട്ടുന്നില്ല, എന്റെ അതേ സ്പീഡ് നടക്കുക. ഞാൻ പ്രോബ്ലത്തിൽ കൂടെ കയറി, കർത്താവ് എന്റെ കൂടെ കയറി. എനിക്ക് തലവേദനയായിരുന്നു, പെട്ടെന്ന് പറന്നു പോട്ടെ തലവേദന എന്ന് പറഞ്ഞ് പറന്നു പോകുന്നില്ല, നടന്നേ പോകുന്നുള്ളൂ. കർത്താവ് എന്റെ കൂടെ ഇരുന്നു തലവേദന മാറുന്നവര്. ഞാൻ പ്രാർത്ഥിക്കാം, വിടുതൽ നടക്കുന്നില്ല. കാരണം എന്താ? കർത്താവിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡില്ല, അതാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ കർത്താവിന്റെ ചോദിക്കും, കർത്താവ് എന്താ കർത്താവ് ഇത്രയും സ്ലോ, കുറച്ചുകൂടെ സ്പീഡിൽ പോകും, ഞാൻ ഇത്ര ഉപവാസം എടുത്തതല്ലേ. കർത്താവ് പറയടാ, നിന്റെ കൂടെ ഞാൻ പതുക്കെ നടക്കാൻ കാരണം എന്താണെന്നറിയോ? നീ നിന്റെ മോനെ നടക്കാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? അവൻ നടക്കാൻ പഠിപ്പിച്ചപ്പോ നീ അവന്റെ കൈ പിടിച്ച് അവന്റെ സ്പീഡ് നടന്നുകൊണ്ടാണ് അവൻ നടക്കാൻ പഠിച്ചത്. അല്ലാതെ നിന്റെ സ്പീഡിൽ അവനെ കൊണ്ടുപോയിരുന്നെങ്കിൽ അവൻ ഒരിക്കലും നടക്കാൻ പഠിക്കത്തില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായ ഞാൻ എന്തിനാ നിന്റെ സ്പീഡിൽ നിന്റെ കൂടെ നടക്കുന്നതെന്ന്? ഞാൻ എങ്ങനാ നടന്നതെന്ന് നീ പഠിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ യേശു എന്റെ കൈ പിടിച്ചൊരു സ്ലോ വാക്കിംഗ് ആണ്. ഈ സ്ലോ വാക്കിങ്ങിനിടയിൽ ഞാൻ പലതും പഠിക്കും. പ്രോബ്ലംസ്, ക്രൂശ് വരുമ്പം കർത്താവ് എങ്ങനെയായി ക്രൂശിനെ നേരിട്ടത്, അതൊക്കെ ഭയങ്കര നോളജാണ് എനിക്ക്. ഈ ഓരോ ദുർഘടത്തിലും കയറി ഇറങ്ങുമ്പം എന്റെ ഉള്ളിലെ യേശുവിന്റെ സ്വഭാവം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക.
കഷ്ടത അനുഭവിച്ചാൽ തേജസ്കരിക്കപ്പെടും. നാം അനുഭവിക്കുന്ന കഷ്ടം, ലഘുവായ കഷ്ടം, അത്യന്തനവധിയായ തേജസ്സിന്റെ നിത്യഘനത്തിന് ഹേതുവാകുന്നു, കാരണമാകുന്നു. ഈ കഷ്ടം യേശു എൻ്റെ കൂടെ നടക്കുമ്പോഴാണ് യേശു എങ്ങനെയായി ക്രൂശിനെ നേരിട്ടതെന്ന് ഞാൻ പഠിക്കുന്നത്, യേശുവിനെ ഞാൻ മനസ്സിലാക്കുന്നത്. അന്നേരമാണ് അവന്റെ കൃപ എൻ്റെ മുകളിലേക്ക്, ബലഹീനതയിൽ കവർ ചെയ്യുന്ന കൃപ, അൺമെറിറ്റഡ് ഫേവർ ആയിട്ടുള്ള കൃപ, അവന്റെ ക്യാരക്ടറായ കൃപ എൻ്റെ മേളിലേക്ക് ഒഴുകുന്നത് എപ്പോഴാണ്? അവൻ എൻ്റെ കൂടെ സ്ലോ വാക്കിംഗ് ചെയ്യുമ്പോഴാണ്. അപ്പൊ എന്നെ സ്പീഡിൽ കൊണ്ടുപോകാത്ത ദൈവത്തിന് സ്തോത്രം. കാരണം അവന്റെ ലക്ഷ്യം അവന്റെ ക്യാരക്ടർ എന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ സ്പീഡില്ലായ്മ ഈസ് ഫ്രസ്ട്രേറ്റിംഗ്. ഞാനൊരു കുഴിയിൽ ഇറങ്ങുമ്പം അവനും കുഴിയിൽ ഇറങ്ങി. ഇപ്പൊ ഞാൻ അവനെ നോക്കും, എങ്ങനെയാണ് യേശു കയറുന്നത്, അതുപോലെ അവൻ എന്റെ കൈ പിടിച്ച് മുകളിൽ കയറ്റി. അപ്പൊ ഞാൻ എന്ത് പഠിച്ചു? കുഴി ഇറങ്ങിയിട്ട് കയറാൻ പഠിച്ചു. നിന്ദയും പരിഹാസവും. ഇപ്പൊ പെട്ടെന്ന് ഒരു ലോട്ടറി അടിച്ച് ഞാൻ പണക്കാരനായി കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ നിന്ദിക്കോ? വേണ്ട. നിന്ദയും പരിഹാസവും നീ പഠിക്കണം. യേശു എങ്ങനെ നേരിട്ടെന്ന് പഠിക്കണം. എങ്കിലേ യേശുവിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വരുള്ളൂ. അവന്റെ കഷ്ടാനുഭവങ്ങൾ നമ്മൾ കൂട്ടാളിയായാൽ അവന്റെ തേജസ്കരണത്തിൽ നമ്മൾ കൂട്ടാളിയാകും. റോമാലേഖനം 8-ാം അധ്യായം തേജസ്കരണത്തെ കുറിച്ചുള്ള ഒരു അധ്യായമാണ്. നിങ്ങൾക്ക് റോമാലേഖനം 8-ാം അധ്യായം ഒരു 100 പ്രാവശ്യം നിങ്ങൾ വായിച്ചാലും കുഴപ്പമില്ല. അതിനകത്ത് പിന്നെ രഹസ്യങ്ങൾ ഇങ്ങനെ തുറന്നു വരും. കാരണം അത് യേശുവിന്റെ തേജസ്കരണത്തെ കുറിച്ചുള്ള ഒരു അധ്യായമാണ്. നമുക്ക് അതിനകത്ത് ഒരു വാക്യം മാത്രം ഒന്നും കൂടെ വായിക്കാം. ഒരു വാക്യം വായിക്കാം. 8:17. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. അപ്പൊ നമ്മൾ യേശുവിനോട് മരിക്കാൻ പോയ ബിസിനസ് ഓർമ്മയുണ്ടോ? ആദ്യത്തെ ദിവസം രാവിലെ ആ ബിസിനസ്സിൽ ഭയങ്കര ലാഭമാണ്. യേശുവിന്റെ കൂടെ മരിച്ചാൽ അവന്റെ ബ്ലെസ്സിങ്സിൽ നമ്മൾ കൂട്ടവകാശികളായി മാറും. മക്കളെങ്കിലോ അവകാശികൾ. സ്വത്തിന്റെ അവകാശിയാണെങ്കിൽ സ്വത്ത് കിട്ടും. നല്ല കുടുംബ പേരിന്റെ അവകാശിയാണെങ്കിൽ നല്ല കുടുംബ പേര് കിട്ടും. ദൈവത്തിന്റെ അവകാശിയാണെങ്കിൽ എന്ത് കിട്ടും? ദൈവത്തെ കിട്ടും. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് എന്ത് തേജസ് ലഭിച്ചോ അതേ തേജസ്സിന് നിങ്ങളും അവകാശികളാണ്. ഇപ്പൊ മനസ്സിലായ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് എന്തിനാന്ന്? വല്ല പിടിയും കിട്ടിയോ? എന്തിനാ നമ്മളിപ്പോ അവകാശം പറയുന്നത്? നശിച്ചു പോകുന്ന സാധനങ്ങൾക്ക് വേണ്ടി അവകാശം പറയുന്നത് നിർത്തിയിട്ട് ക്രിസ്തുവിനോട് കൂടെയുള്ള കൂട്ടവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവേ, നീ കൈവച്ചിട്ടുള്ളതിന്റെ എല്ലാം കൂട്ടവകാശം എനിക്ക് വേണം. നിന്റെ അതേ തേജസ്സിൽ ഞാൻ തേജസ്കരിക്കപ്പെടണം. അടുത്ത വാക്യം. അല്ലല്ലല്ല, നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. അപ്പൊ എന്തിനാ ഈ കഷ്ടം അനുഭവിക്കുമ്പോ യേശു എന്റെ കൂടെ ഇറങ്ങി നടക്കുന്നത്? അവൻ എന്റെ കൂടെ അല്ല കഷ്ടം അനുഭവിക്കുന്നത്, പിന്നെയോ നാം അവന്റെ കൂടെയാ. വ്യത്യാസം മനസ്സിലായോ? യേശു എന്റെ കൂടെ നടക്കുമ്പം അവൻ എന്റെ കൂടെ അല്ല കഷ്ടം അനുഭവിക്കുന്നത്, പിന്നെയോ ഞാൻ അവന്റെ കൂടെയാ. അപ്പൊ ആരാ അതിന്റെ മെയിൻ പങ്ക് അനുഭവിക്കുന്നത്? കർത്താവാ. നിങ്ങൾ യേശുവിന്റെ കൂടെ ഏത് കഷ്ടത്തിൽ നടന്നു നോക്കിയോ വേദന തോന്നില്ല. ഒരു കഷ്ടത്തിൽ നടക്കാത്ത ഒരാളല്ല നിങ്ങളോട് ഇത് പറയുന്നത്. ഇതെന്റെ സാക്ഷ്യവും കൂടെയാണ്. യേശുവിന്റെ കൂടെയാണ് നിങ്ങളൊരു കഷ്ടത്തിന്റെ നടുക്ക് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നാളെ എണ്ണി പറഞ്ഞ് കരയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു വേദനയും അവൻ വെച്ചിട്ടുണ്ടാവില്ല. അവനായിരിക്കും അത് ചുമന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ വരുമല്ല, നാം അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുക. അവനാണ് കഷ്ടം അനുഭവിക്കുന്നത്, കൂടെ ഞാൻ നിൽക്കുന്നതേ ഉള്ളൂ. ഈ നമ്മുടെ ഭാരങ്ങളെല്ലാം ഞാനല്ല ചുമക്കുന്നത്, യേശുവാ ചുമക്കുന്നത്. നമ്മൾ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. കൂടെ നിന്ന് പഠിക്കുക എങ്ങനാ ഇത് ചുമക്കുന്നതെന്ന്. യേശുവിന്റെ മുഖത്ത് അന്നേരമുള്ള പ്രസാദവും സന്തോഷവുമാണ് എനിക്ക് കിട്ടുന്ന പ്രതിഫലം. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ജീവൻ ഉരുവായിക്കൊണ്ടിരിക്കുക. എനിക്കറിയത്തില്ല ഇതെല്ലാം എന്തിനാ ഈ സഭയിൽ ദൈവം പറയുന്നതെന്ന്.
എനിക്ക് നല്ലപോലെ ഒരു ഷുവർട്ടി എൻ്റെ ഉള്ളിൽ തോന്നുന്നത് ആരെയൊക്കെയോ ദൈവം യേശുവിന്റെ വഴിയിലൂടെ നടത്താൻ വേണ്ടിയാണ്. ഇതെന്റെ ഉള്ളിൽ എനിക്കറിയാം. സം ഓഫ് യു വിൽ വാക്ക് ഇൻ ദാറ്റ് വേ, ഡെഫിനറ്റ്ലി. ഈ കോട്ടയം പട്ടണത്തിൽ സം ഓഫ് യു വിൽ വാക്ക് ദ വേ ഓഫ് ക്രൈസ്റ്റ്. യേശു നടന്ന അതേ സ്പീഡിൽ, യേശു നടന്ന പോലെ. ഇത് കൃപയാൽ മാത്രം നടക്കുന്ന ഒരു നടപ്പാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ നടപ്പിനോട് ആഗ്രഹമുണ്ട്? ദൈവത്തോട് ചോദിക്കുക, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. കൂട്ടവകാശമാണ്. അവൻ തരുന്നത് വരെയും വിടരുത്. യേശുവിനോട് കൂടെ അല്ലാതെ നടക്കരുത്. ഇത് കൃപയാൽ സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ജീവിതം, ഓഫീസ് ജീവിതം, സകല ജീവിത മേഖലകളിലും യേശുവിന്റെ കൂടെയുള്ള നടപ്പ് പ്രാക്ടീസ് ചെയ്യുവാൻ ദൈവം നമുക്ക് വിശ്വാസം നൽകട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് പറയാൻ പാടില്ല, കാരണം ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. വേണമെങ്കിൽ ഇതേ പ്രസംഗം വേറൊരു രീതിയിൽ ഇനിയും പ്രസംഗിക്കും. കാരണം യേശുവിന്റെ രക്ഷയെക്കുറിച്ച്, രക്ഷയുടെ പാട്ട് എത്ര രീതിയിൽ വേണമെങ്കിലും പാടാം. കാരണം അത്ര സമൃദ്ധമാണ് ദൈവം നമുക്ക് തന്ന രക്ഷ. അപ്പൊ ഇതിനകത്ത് ഞാൻ ഏദൻ തോട്ടത്തിലെ കാര്യം അന്ന് പറഞ്ഞതിന്റെ 3 നഷ്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് ഓർമ്മയുണ്ടോ? ദേഹം, ദേഹി, ആത്മാവ്. 3 ഭാഗത്തു നിന്നും 3 കാര്യങ്ങൾ നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ആത്മാവിൽ നിന്ന് എന്താ പോയത്? ജീവൻ. അതല്ലേ ആത്മമരണം എന്ന് പറയുന്നത്, അല്ലേ? ആത്മാവുണ്ട്, പക്ഷെ ജീവനില്ല. ദേഹിയിൽ നിന്ന് എന്താ പോയത്? മനസ്സിൽ നിന്ന്. ബുദ്ധി, പ്രാണൻ, മനസ്സ്, അതിനകത്ത് എന്താ പോയത്? ദൈവത്തിന്റെ നീതി പോയി, പകരം സ്വയനീതി ഉണ്ടായി. ഈ സ്വയനീതി എന്ന് പറഞ്ഞ സാധനത്തെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സ്വയനീതി എന്ന് പറഞ്ഞ സാധനം? നിങ്ങളുടെ കയ്യിൽ ആ സാധനം ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. 1 മിനിറ്റ്. കയ്യിലുള്ള പലതിനും നമുക്ക് കണ്ടിട്ടില്ല, വല്ലവരുടെയും കയ്യിലുള്ളതിനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പഴം പറിച്ചു തിന്നു കഴിഞ്ഞപ്പോഴ് ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്ന് ആദമിനോട് ചോദിച്ചു, ആദമേ നീ എവിടെ? ആദം പറഞ്ഞു, ഞാൻ നഗ്നനായതുകൊണ്ട് ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കാം. അപ്പൊ കർത്താവ് ചോദിച്ചു, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നുവല്ലേ? ഞാനായിരുന്ന ആദമിന്റെ സ്ഥാനത്തെങ്കിൽ പറഞ്ഞേനെ, എന്റെ കർത്താവേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി കർത്താവേ, നീ തിന്നരുതെന്നൊക്കെ പറഞ്ഞതായിരുന്നു, പക്ഷെ ഭാര്യ കൊണ്ട് തന്നപ്പോ ഞാനങ്ങ് തിന്നുപോയി കർത്താവേ, എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞ് ഞാൻ ആ കാൽക്കൽ വീഴുമായിരുന്നായിരിക്കും. ഞാനവിടെ ഇല്ലായിരുന്നോണ്ട് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ആദം വീണില്ല. ആദം പറഞ്ഞു, നീ എനിക്ക് തന്ന ഭാര്യയാണ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ കോടതിയിൽ ആദമാണ് പ്രതി, പക്ഷെ ആദമിന്റെ കോടതിയിൽ ദൈവമാണ് പ്രതി. ആദം പറഞ്ഞായിരുന്നോ ഇത്ര മുടിയുള്ള, ഇത്ര സൗന്ദര്യമുള്ള, ഇത്ര വിദ്യാഭ്യാസമുള്ള, ഇത്രയും സ്ത്രീധനമുള്ള ഒരു പെണ്ണിന് എനിക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. ഉറങ്ങിക്കിടന്നപ്പോ ദൈവം കൊടുത്ത ഭാര്യയായി പണി പറ്റിച്ചത്. അപ്പൊ ആരാ ഉത്തരവാദി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ആരാ ഉത്തരവാദി? ഒരു ലേശ ഉത്തരവാദിത്വം ദൈവത്തിനില്ലേ? ഉണ്ടോ ഇല്ലയോ? പറ. ഉണ്ടല്ലേ? അങ്ങനെ തോന്നിയില്ലേ? ഈ തോന്നലിനെയാണ് സ്വയനീതീകരണം എന്ന് പറയുന്നത്. ഇത് ആദമിന്റെ എല്ലാ പിള്ളേർക്കും തോന്നും. തോന്നിയല്ലോ? ദൈവത്തിന്റെ കോടതിയിൽ ഒറ്റ ചോദ്യമുള്ളൂ, ആദമേ നീ പഴം തിന്നോ ഇല്ലയോ? ബാക്കി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്നോട് ദൈവം ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, നീ അവനെ തല്ലിയോടാ? ഞാൻ പറഞ്ഞു, കർത്താവ് അവൻ അത്രയും ചീത്ത അത് ഞാൻ ചോദിച്ചില്ല. ഒറ്റ ചോദ്യമുള്ളൂ, നീ അവനെ തല്ലിയോ? കർത്താവ് അവന്റെ കാര്യമല്ല, അവൻ രക്ഷിക്കപ്പെട്ടത് പോലും അല്ല, ഞാൻ നിന്റെ കാര്യം ചോദിച്ചത്, നീ അവനോട് എങ്ങനെ പെരുമാറി? സ്നേഹിച്ചോ? കർത്താവ് അത്രയും ദുഷ്ടത, നിന്നോട് ചോദിച്ച കാര്യം നീ ഉത്തരം പറഞ്ഞാൽ മതി. അവനവൻ ചെയ്യുന്നതിന്റെ കണക്ക് നമ്മൾ കൊടുത്താൽ മതി. കർത്താവ് അത് അവൻ അത്ര അടിച്ചപ്പോഴാ അവൻ അടിച്ചോ ഇല്ലോ ഞാൻ ചോദിച്ചില്ലല്ലോ. അവൻ അടിക്കും, തൊഴിക്കും, ചിലപ്പോൾ കൊല്ലും. നീ എങ്ങനെ പെരുമാറി? കാരണം ഞാനാ രക്ഷിക്കപ്പെട്ടത്. ഇനി എന്റെ ഭാര്യ പോലും രക്ഷിക്കപ്പെട്ടാണെന്ന് എനിക്ക് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. എന്റെ കാര്യം എനിക്ക് ഉറപ്പുള്ളൂ. ഈ ഇരിക്കുന്ന എത്ര പേര് രക്ഷിക്കപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവനവനെ ഉറപ്പുണ്ടാകണ്ടേ. അപ്പൊ അവനും തീരുമാനിക്കണം, ഞാൻ ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ആദമേ നീ പഴം തിന്നോ? അപ്പൊ ആദം പറയാം, നിന്റെ കുഴപ്പമാണ്, നീ എനിക്കൊരു ഭാര്യ തന്നു, അവള് തന്നു, ഞാൻ തിന്നു. അപ്പൊ നമുക്കെല്ലാം ഒരു കോടതിയുണ്ട്, നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു കോടതിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അയൽവക്കക്കാരോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? അത് അവരുടെ കുഴപ്പം കൊണ്ടല്ലേ? നിങ്ങൾ പാവങ്ങളല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? അത് ഭർത്താവിന്റെ കുഴപ്പമല്ലേ? ഞാൻ വെറും പാവമല്ലേ?
ഞാൻ ഇത്രയും പാവമായിട്ട് എന്റെ ഭാര്യ എന്നോട് ചുമ്മാ വന്ന് തട്ടിക്കയറുന്നതല്ലേ? എല്ലാം മറ്റേയാളുടെ കുഴപ്പമല്ലേ? എന്താ ആരാ നിങ്ങളോട് പറഞ്ഞത് മറ്റേയാളുടെ കുഴപ്പമെന്ന്? നിങ്ങളുടെ അകത്തൊരു കോടതിയുണ്ട്. അതിന്റെ മെയിൻ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ന്യായീകരിക്കുക. അതാണ്. ഇതിനെയാണ് സ്വയനീതീകരണം, സെൽഫ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ സാധനം നിങ്ങളുടെ അടുത്തുണ്ടോ? ഇപ്പൊ ഞാൻ നിങ്ങൾ ആരുടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് പോകാന്ന് വിചാരിച്ചോ? വഴിയിലിരിക്കുമ്പോൾ ട്രെയിനായിരിക്കുമ്പോൾ ഞാൻ വേണ്ടായിരുന്നു, വെറുതെ വഴക്കുണ്ടാക്കി. കുറെ കഴിയുമ്പോൾ എന്നോട് പറയും, നീ ഞാൻ വിചാരിക്കുമോ ഒന്ന് പോയി സോറി പറഞ്ഞേക്കാം, ഫോൺ ചെയ്തേക്കാം എന്നൊക്കെ വിചാരിക്കും. എൻ്റെ ഉള്ളിരുന്ന് കോടതി പറയും, നീ എന്തിനാടാ സോറി പറയുന്നത്? അവൻ വേണേ പറയട്ടെ, അവനും തെറ്റ് ചെയ്തില്ലേ? നീ മാത്രമായിട്ട് എങ്ങനെ താണു കൊടുക്കുന്നത് എന്തിനാ? ഇതാരാ? ഈ സാധനമാണ് നമ്മുടെ അകത്തിരിക്കുന്ന കോടതി. ഇതിനെ തല്ലി പൊട്ടിക്കാതെ നമുക്ക് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. ദാവീദിനെ എന്തുകൊണ്ടാ ദൈവം എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞെന്നറിയാമോ? എനിക്ക് ചെറുപ്പകാലത്ത് ഭയങ്കര വിഷമായിരുന്നു. ദാവീദിനെ പോലെയുള്ള ഒരാളുടെ ഹൃദയമാണ് ദൈവത്തിന് ഇഷ്ടമെങ്കിൽ. അപ്പൊ അവന്റെ മട്ടുപ്പാവലും ഉലാത്തലും ഒക്കെ എനിക്ക് ഓർമ്മ വന്നത്. പിന്നെയാ മനസ്സിലായത് ദാവീദിന്റെ ഹൃദയം ദൈവം അത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഥാൻ പ്രവാചകൻ വന്നിട്ട് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പം ദാവീദ്, കർത്താവേ, അത് അങ്ങനൊരു മട്ടുപ്പാവ് എനിക്ക് ഉണ്ടായത് കൊണ്ടല്ലേ, നീ എന്നെ രാജാവാക്കിയത് കൊണ്ടല്ലേ, ഒരു എക്സ്ക്യൂസും ഇല്ല, അത് ഞാൻ തന്നെയാണ്. ദൈവത്തിന്റെ കോടതിയുടെ മുൻപിൽ ഒരു ന്യായീകരണവും ഇല്ലാത്തവനായിരുന്നു ദാവീദ്. ഇതാണ് ദൈവത്തിന് പ്രസാദമുള്ള ഹൃദയം. നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ വേറൊരാളുടെ കുറ്റങ്ങൾ എണ്ണിക്കോ, ദൈവത്തിന് നിങ്ങളുടെ മേൽ ഒരു പ്രസാദവുമില്ല. സന്തോഷമായോ? ദാവീദിന്റെ അകത്തെ സെൽഫ് റൈച്ചസ്നെസിന്റെ കോടതി തകർന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദൈവം പറഞ്ഞത്. എന്നാൽ ആദമിന്റെ ഉള്ളിൽ ഈ കോടതി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അവന് ദൈവത്തിനു മുമ്പിൽ നിലവിളിക്കാൻ പറ്റത്തില്ല. കാരണം അവന്റെ കോടതി അവനാ മിടുക്കെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ അവൻ ദൈവത്തിന് മുമ്പിൽ വീഴും? എനിക്കിന്ന് ദൈവത്തിനു മുമ്പിൽ കമന്ന് കിടന്ന് മാനസാന്തരപ്പെട്ട് കരയണമെന്നുണ്ട്, പക്ഷെ എന്റെ കോടതി എന്നെ സമ്മതിക്കുന്നില്ല. അത് എന്നെ ന്യായീകരിച്ച് വെച്ചിരിക്കുക. നിസാര പാപത്തിനകത്തല്ല നമ്മൾ കിടക്കുന്നത്. വി ആർ ഡീപ്പ് ഇൻസൈഡ് ദ പവർ ഓഫ് സിൻ. ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ യേശുവിന്റെ ക്രൂശിന് മാത്രമേ നടക്കത്തുള്ളൂ. അവന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. പക്ഷെ ഈ പാപം ചെയ്യാനുള്ള എന്റെ കപ്പാസിറ്റിയെ തകർക്കുന്നത് അവൻ എനിക്ക് തരുന്ന ക്രൂശാണ്. അപ്പൊ ക്രൂശ് കിട്ടിയവർക്കെല്ലാം, ഈ കഴിഞ്ഞ വർഷം ക്രൂശ് കിട്ടിയവർക്കെല്ലാം സ്തോത്രം ചെയ്യാം. ഇനി ഈ വർഷം ക്രൂശ് കിട്ടാൻ പോകുന്നവർക്കെല്ലാം സ്തോത്രം ചെയ്യാം. കാരണം നമ്മുടെ അകത്ത് ഈ പാപത്തിന്റെ ശക്തിയെ തകർക്കാൻ എന്തിനു മാത്രമേ സാധിക്കുകയുള്ളൂ? only the cross can do it. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്റെ ബലഹീനതകളിൽ, എന്റെ ക്രൂശിലല്ലാതെ വേറൊന്നിലും പ്രശംസിക്കാൻ എനിക്ക് ഇടവരുത്തരുത്. കാരണം പാപത്തെ തോൽപ്പിക്കാൻ വേറെ ഒന്നിനും ശക്തിയില്ല. അവന്റെ രക്തം പാപങ്ങളെ മായ്ച്ചു കളഞ്ഞു. പക്ഷെ പിന്നെയും പാപം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ പാപം ഉണ്ടാക്കുന്ന എന്റെ പഴയ മനുഷ്യനെ ക്രൂശിക്കണമെങ്കിൽ ക്രൂശ് തന്നെ വേണം. അപ്പോൾ നമ്മുടെ സ്വയനീതീകരണത്തിന്റെ കോടതി തകരാതെ മാനസാന്തരപ്പെടാതെ, നമ്മൾ മാനസാന്തരം എന്നൊരു വലിയ വിഷയത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പതുക്കെ പതുക്കെ പതുക്കെ. പക്ഷേ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം, രാത്രി വീട്ടിൽ പോയിട്ട്, കർത്താവേ, ഈ പ്രസംഗകൻ നാളെ പ്രസംഗിക്കാൻ വന്നാലും ഇല്ലെങ്കിലും, നാളെ സൂര്യൻ ഉദിച്ചാലും ഇല്ലെങ്കിലും, മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഞാൻ നശിച്ചു പോരുത്. എനിക്ക് നിന്റെ മുമ്പിൽ കിടന്ന് കരയാൻ ഒരു നിമിഷം തരണം. ഇന്ന് രാത്രിയെങ്കിൽ ഇന്ന് രാത്രി. എന്തോർത്താന്നറിയോ? ഞാൻ നിന്നെ പോലെ അല്ലല്ലോ എന്നോർത്ത് കരയാൻ. യേശുവേ, നിന്നെ പോലെ അല്ലല്ലോ ഞാൻ വേറൊരാളുടെ കുറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വയനീതീകരണത്തിന്റെ കോടതിയുടെ തടവറയിൽ നിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കണം. കാരണം എന്നെ തന്നെ വിധിച്ചാൽ ഞാൻ വിധിക്കപ്പെടുകയില്ല. ഞാൻ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ വിധിയുടെ സൂചി എന്റെ നേരെ ഞാൻ തിരിച്ചു വെക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം മനസ്സിലായി? ഞാൻ പറഞ്ഞു വന്നത്, ആത്മാവിൽ നിന്ന് ജീവൻ പോയി, മനസ്സിൽ നിന്ന്, ദേഹിയിൽ നിന്ന് ദൈവത്തിന്റെ നീതി പോയി, പകരം സ്വയനീതി ഉണ്ടായി. ഞാൻ ഇന്നലെ വരച്ച വരകൾ ഓർത്താൽ മതി. ഇതെല്ലാം ഓരോരുത്തരുടെ സ്വയനീതികളുടെ വരകളാണ്.
ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ മനസ്സിൽ ദൈവത്തിന്റെ ഒരു നീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൻ പാപം ചെയ്ത് നന്മതിന്മകളെ തിരിച്ചതിന് ശേഷം ഓരോ വരയിലും കയറിയവർക്ക് ആ വരയുടെ സ്വയനീതി. നിങ്ങളെക്കാൾ മുകളിൽ ഞാൻ നീതിയുടെ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്വയനീതി, ഞാൻ വെള്ള വസ്ത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്വയനീതി നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് കാണും. ഈ ആഭരണം ഊരുന്ന നല്ല കാര്യം. എന്റെ ഭാര്യ ആഭരണം ധരിക്കാറില്ല. പക്ഷെ ആഭരണം ഊരാത്തവരെ കാണുമ്പോൾ ഉള്ള ഒരു നോട്ടം അത്ര ശരിയല്ല. സ്വയനീതി, ഞാൻ കയറിയ വരയുടെ ഗമ. ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ കണക്ക് ഞാൻ പറഞ്ഞിരിക്കും. അത് സ്വയനീതിയുടെ ലക്ഷണം. ചില അമ്മമാരെ മക്കളോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എടാ 10 മാസം നിന്നെ ചുമന്ന് വളർത്തി. അപ്പൊ മകൻ ചോദിക്കും, ഞാൻ പറഞ്ഞായിരുന്നു എന്നെ 10 മാസം ചുമന്ന് വളർത്താൻ? കണക്ക് പറയുന്ന ജഡം. ചിലർ പറയുന്നത്, അവനെ എന്തുമാത്രം ഞാൻ സപ്പോർട്ട് ചെയ്തതെന്ന് അറിയാമോ? കണക്ക്. ഈ കണക്ക് വെച്ചേക്കുന്ന എല്ലാം സ്വയനീതിക്കാരാ. കാരണം അവരെല്ലാം ചെയ്ത പ്രവൃത്തികൾ എണ്ണി വെച്ചിരിക്കുക. കർത്താവ് അവസാനം ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിച്ചിട്ട് ചെമ്മരിയാടുകളോട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു എന്ന് പറഞ്ഞ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുക, കർത്താവ് എപ്പോ? അവരൊന്നും കണക്ക് വെച്ചിട്ടില്ലായിരുന്നു. അവർക്ക് അറിയത്തുമില്ല ഇതൊക്കെ എപ്പോ സംഭവിച്ചു കർത്താവെ. മറ്റവന്മാരുടെ നിങ്ങൾ വന്നില്ല എന്ന് പറഞ്ഞ പറയാ, എപ്പോഴാ കർത്താവെ ഞങ്ങൾ വരാഞ്ഞത്? ഞങ്ങളുടെ ഹോസ്പിറ്റൽ വിസിറ്റിങ്ങിന്റെ എല്ലാം കണക്ക് ഞങ്ങളുടെ ചർച്ചിന്റെ ബുക്കിലുണ്ടല്ലോ. എപ്പോഴാ വരാഞ്ഞെന്ന്. സ്വയനീതിക്കാരൻ എന്ത് ചെയ്താലും അതിന്റെ കണക്കുണ്ടായിരിക്കും. നിങ്ങളോട് ആരെങ്കിലും കണക്ക് പറഞ്ഞ ഓർത്തോ? നിങ്ങളോട് ആരെങ്കിലും പറയണ്ട, നിങ്ങൾ ആരോടെങ്കിലും കണക്ക് പറയുന്ന മക്കളോട് കണക്ക് പറഞ്ഞാലും സ്വയനീതി തന്നെയാണ്. ദൈവമാണ് എല്ലാം ചെയ്യുന്നതെന്ന് അതേ വാക്കുകൊണ്ട് നിങ്ങൾ സ്തോത്രം പറയും. അതങ്ങ് വിശ്വസിച്ചാൽ മതി. ദൈവം എല്ലാം ചെയ്തത്, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഈ സ്വയനീതിയെ തോപ്പിക്കണം. പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയ ശത്രു ഈ സ്വയനീതിയാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു പുണ്യം തോന്നും. നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഒന്നുമല്ല, കുറെ അത്തിയിലകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വി നീഡ് ടു ടേൺ ദാറ്റ് പോയിന്റ് ഓഫ് ജസ്റ്റിസ് ടുവേർഡ്സ് അസ്. പോയിന്റർ ഞാനാണ്. ദൈവമേ, നിന്റെ മുമ്പിൽ പൊട്ടി തകർന്ന് നിലവിളിക്കേണ്ടത്. എനിക്ക് നിലവിളിക്കാൻ പറ്റാത്തത് കൊണ്ട്, എനിക്ക് മാനസാന്തരപ്പെടാൻ പോലും പറ്റാതെ ഞാൻ ദുഷ്പ്രവർത്തിക്കാരനായിരുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി യേശു നിലവിളിക്കേണ്ടി വന്നതാ. ജീവനിൽ നിന്ന് രക്ഷിക്കണേ, മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു നിലവിളിച്ചത് യേശുവിന് വേണ്ടിയല്ല. എനിക്ക് നിലവിളിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്റെ നിലവിളിയാവൻ നിലവിളിച്ചത്. എന്നിട്ട് ഞാൻ നിലവിളിക്കാൻ തയ്യാറല്ല. കാരണം എന്റെ സ്വയനീതിയുടെ കോടതി അത്ര സ്ട്രോങ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആത്മാവിൽ നിന്ന് ജീവൻ പോയി, ദേഹിയിൽ നിന്ന് ദൈവത്തിന്റെ നീതി ആ ടോപ്പ് ലൈൻ പോയി. അത് കാണാനും പറ്റുന്നില്ല. സ്വയനീതിയുടെ പല വരകൾ നമ്മുടെ ബ്രെയിനകത്ത് വന്നു. അതനുസരിച്ച് ഞാൻ വേറൊരാളെ നീതീകരിച്ചു, കുറെ അമ്മമാരെ തൂക്കിക്കൊന്നു. അല്ലെ, നമ്മുടെ ഈ സ്വയനീതിയുടെ കോടതിക്ക് ഭയങ്കര പവറുകളാ. കണ്ടിട്ടുണ്ടോ? എത്ര പേരെ നിങ്ങൾ തൂക്കിക്കൊന്നിട്ടുണ്ടെന്നറിയോ? എത്ര പേരെ നാട് കടത്തിയിട്ടുണ്ട്? എങ്ങനെ നാട് കടത്തുന്നറിയോ? ഇനി അവനോട് ഞാൻ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവനെ നാട് കടത്തി. അവന്റെ വീട്ടിൽ ഇനി ഞാൻ കയറത്തില്ല എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ തട്ടിക്കളഞ്ഞു. ഇനി അവന്റെ മുഖം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്തെന്നതിനർത്ഥം. കൊലപാതകം ചെയ്തു. വിധി പ്രഖ്യാപിച്ച എന്റെ കോടതിയാ. പക്ഷെ എന്റെ കോടതിക്ക് പോലീസുകാരുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നടന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാ സഹോദരനോട് കോപിക്കുന്നവനെല്ലാം കൊലപാതകം എന്ന പാപം ചെയ്യുന്നു പറയാൻ കാരണം, അവനെ തള്ളി പറഞ്ഞ അതിനർത്ഥം നിങ്ങളുടെ കോടതി കൊലപാതകം വിധിച്ചു, വധശിക്ഷ വിധിച്ചു എന്നതിനർത്ഥം. എത്ര പേരെയാ നമ്മൾ എഴുതി തള്ളിയേക്കുന്നത്. ശരിക്കും എഴുതി തള്ളേണ്ടത് എന്നെയായിരുന്നു. എന്നെ എന്ന് പറഞ്ഞാൽ ഈ എന്നെയല്ല, നിങ്ങളെല്ലാവരും എന്നെ എഴുതി തള്ളാൻ വന്നിട്ട് കാര്യമില്ല, അവരവരെ. ഓക്കെ, അപ്പോൾ ആത്മാവിൽ നിന്ന് ജീവൻ പോയി, ദേഹിയിൽ നിന്ന് ദൈവത്തിന്റെ നീതി പോയി, ശരീരത്തിൽ നിന്ന് തേജസ്സും പോയി. ഇതാണ് ഏദൻ തോട്ടത്തിലെ ഫെയിലിയർ. ശരീരം മർത്യമായി, ശരീരത്തിന് മുകളിൽ മൂടുപടം വേണ്ടി വന്നു. അതുപോലെ രക്ഷിക്കപ്പെടാത്ത മനസ്സിന്റെ വെളിയിലും മൂടുപടം വീണുപോയി. നമ്മൾ ആദ്യത്തെ ദിവസം കണ്ടതാ. രക്ഷ എന്ന് പറഞ്ഞപ്പോ എന്തെല്ലാം തിരിച്ചു കിട്ടി? ഇപ്പൊ ആലോചിച്ച് നോക്കിയേ. ആത്മാവെന്ന കാറ്റടിച്ചപ്പം നമ്മുടെ അകത്തെ ആത്മാവിന് ജീവൻ വന്നു. അപ്പൊ ആത്മാവിന് ജീവൻ തിരിച്ചു കിട്ടി. വിശ്വാസത്താൽ ഉന്നം പിടിച്ച് എറിഞ്ഞപ്പോൾ
യേശുവിനെ ലക്ഷ്യമാക്കി എറിഞ്ഞപ്പോൾ നമുക്ക് നീതിയും കിട്ടി. ഇപ്പൊ ദേഹിയിലേക്ക് ഇപ്പം ദൈവത്തിന്റെ നീതി ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. പതുക്കെ 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 നമ്മൾ ഓടുന്നതനുസരിച്ച് നമ്മുടെ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രാകൃത സ്വഭാവത്തിൽ നിന്ന് യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. രക്ഷപ്പെടുക ഓടി. മൂന്നാമത് നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടാൻ പോവുകയാണ്. അന്ന് തേജസ്സിൽ എന്തുമാത്രം തേജസ് എനിക്ക് വേണോ അത്രമാത്രം കൃപ എൻ്റെ ഉള്ളിൽ കർത്താവ് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവന്റെ കൂടെ നടന്നാലേ ഈ കൃപ എനിക്ക് വരത്തുള്ളൂ. ഇനിയാണ് ക്രൂശ് എങ്ങനെയാണ് നമ്മളെ ഈ യേശുവിന്റെ വഴിക്കകത്ത് കൊണ്ടുപോയി വെക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ഗ്യാപ്പ്, എൻ്റെ ലൈഫും യേശുവിന്റെ ലൈഫും തമ്മിലുള്ള ഗ്യാപ്പ്, ക്രൂശ് എങ്ങനെ അത് പരിഹരിക്കും, മാനസാന്തരം എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഈ മാനസാന്തരത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം, മാനസാന്തരത്തെ കുറിച്ച് നിങ്ങൾ 50% കേട്ടാലും നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. മാനസാന്തരത്തെ കുറിച്ച് വേണേൽ പഠിച്ച് ഡോക്ടർക്ക് എടുക്കാം, പക്ഷെ മാനസാന്തരപ്പെടും ഒരു കണ്ണുനീര് പോലും വെളി വരുകയോ ചെയ്യത്തില്ല. നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, കർത്താവിന് മുമ്പിൽ തകരുന്ന ഒരു ഹൃദയം ദൈവം നിങ്ങൾക്ക് ഇന്ന് തന്ന സ്തോത്രം പറഞ്ഞു. ഒരു കാര്യവും നിങ്ങൾ ഓർക്കണ്ട. പക്ഷെ ദൈവത്തിന് മുമ്പിൽ തകരാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ഓർത്തോ, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ മാനസാന്തരത്തിലെ ചില എലമെന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇന്ന് പറ്റുന്നിടത്തോളം, കുറച്ച് ബാക്കി നാളെ. തേജസ്കരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു അധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം. പാപത്തോട് പോരാടി ജയിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന്റെ ഉത്തരം മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട് റോമാലേഖനം 6-ാം അധ്യായത്തിൽ. എന്നിട്ട് നമ്മൾ അതും കണ്ടു, പാപത്തെ എങ്ങനെ ജയിക്കാം. മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം 7-ാം അധ്യായം വായിച്ചാൽ മതി. അവിടെ വലിയൊരു അത്ഭുതം എഴുതി വെച്ചിട്ടുണ്ട്. ന്യായപ്രമാണവും കൃപയുടെ സുവിശേഷവും തമ്മിലുള്ള വലിയൊരു ഗ്യാപ്പ് അവിടെ കാണുന്നുണ്ട്. സാക് പുന്നൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ അതിനകത്ത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്ത് ഞാൻ ശ്രദ്ധിച്ചു. അതിങ്ങനെയാണ്: ന്യായപ്രമാണം ഒരു നല്ല ഭർത്താവാണ്. അത് സാക് പുന്നൻ പറഞ്ഞതല്ല, സത്യത്തിൽ അത് റോമാലേഖനം 7-ാം അധ്യായത്തിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വിശദീകരണം വളരെ നന്നായിരുന്നു, അതുകൊണ്ട് ഞാനത് കോട്ട് ചെയ്യുക. ഈ നല്ല ഭർത്താവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ എന്റെ ഭർത്താവ് ആരാ? ന്യായപ്രമാണം. ഭയങ്കര ഡിമാൻഡ്സാണ്, സഹിക്കാൻ പറ്റത്തില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റോണം, 1 മണിക്കൂർ പ്രാർത്ഥിക്കണം, പിന്നെ എല്ലാം ഫ്രഷായി 8 മണിക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കണം, ഡെസ്കിൽ ഒരു പൊടി പോലും കാണാൻ പാടില്ല, റൂമിൽ ഒരു സ്പെക്ക് ഓഫ് ഡസ്റ്റ് പോലും കാണാൻ പാടില്ല, എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഇതിങ്ങനെ നടക്കത്തില്ല, എവിടെയെങ്കിലും പ്രശ്നം കാണും. എപ്പോഴും ഈ ന്യായപ്രമാണം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ ഭയങ്കര നല്ലവനായതുകൊണ്ട് ഈ ന്യായപ്രമാണം മരിക്കത്തുമില്ല. മരിച്ചാലല്ലേ കല്യാണത്തിന് ഒഴിയാൻ പറ്റുള്ളൂ. നല്ല ഒഴിയാൻ പറ്റുമോ? ഇന്നിപ്പോ അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന ബന്ധുക്കൂസുകാർ വരെ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ അടുത്ത കാലത്ത് ഈ മൈക്കിന്റെ പരിധിയിലുള്ള ഏതെങ്കിലും ഒരു ബന്ധുക്കൂസുകാരനെ, വിശ്വാസിയോ അവിശ്വാസിയോ, മരണം മൂലമല്ലാതെ കല്യാണം വേർപെടുത്താമെന്ന് വിചാരിച്ചാൽ നടപ്പുള്ള പണിയല്ല. എന്തുകൊണ്ടാണെന്നറിയോ? ക്രിസ്തീയ വിവാഹം നടക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമല്ല, അത് ക്രിസ്തു ഉണ്ട്. വിവാഹമോചനം സഭയെ നടത്തിയാലും ഈ പള്ളി നടത്തിയാലും സ്വർഗത്തിൽ ഇത് അഴിയുന്നൊന്നുമില്ല. അത് കല്യാണം കഴിച്ചായിട്ട് തന്നെ ഇരിക്കുള്ളൂ. പിന്നെ ആരെ കെട്ടിയാലും വ്യഭിചാരം ചെയ്യാവുന്നുള്ളൂ ജീവിതകാലം മുഴുവൻ. ദൈവം തന്ന ഭർത്താവിനെ ഭാര്യയെ വിട്ട് ആരെ ഡൈവോഴ്സ് ആയാലും, അതൊക്കെ ഇവിടെ സ്വർഗത്തിൽ ഡൈവോഴ്സ് പരിപാടികളൊന്നുമില്ല. ആരെ വിവാഹം കഴിച്ചാലും ജീവിതകാലം മുഴുവൻ വ്യഭിചാരം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവർ രക്ഷിക്കാൻ പോലും ആർക്കും പറ്റാത്ത അവസ്ഥയിൽ വരും. ന്യായപ്രമാണം അങ്ങനെ ഒരു ഭർത്താവ്, ഇത് ചാവത്തുമില്ല. സത്യം പറയുന്നവൻ എങ്ങനെ ചാവുന്നത്? സത്യമല്ലേ, 8 മണിക്ക് എഴുന്നേക്കണ്ടേ? പിന്നെ ആകെയുള്ള വഴി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ചാവുക എന്നുള്ളതാണ്, ഒഴിഞ്ഞു പോകാൻ. അതുകൊണ്ടാണ് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവനായ ഞാൻ എന്ന് പറയുന്നത്. ന്യായപ്രമാണ സംബന്ധമായി പുതിയ ഭർത്താവിനെ കെട്ടി. പുതിയ ഭർത്താവ് ആരാന്നറിയോ? യേശുവാ. യേശുവിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം ഗുരുതരം. 8 മണിക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ 7 മണിയാക്കി വെക്കുക. 5 മണിക്ക് എഴുന്നേക്കണ്ട, ഞാൻ 4 മണിക്ക് എഴുന്നേക്കണമെന്ന്. വെള്ളം കുടിച്ചു പോയി. ഗിരിപ്രഭാഷണം വായിച്ചെന്റെ തല കറങ്ങിയിരിക്കുക. ന്യായപ്രമാണം വായിച്ചപ്പോ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ പുതിയ ഭർത്താവ് എന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ശ്വാസം മുട്ടുന്നു. അപ്പൊ ഈ പുതിയ ഭർത്താവ് പറയാ,
ഇതൊക്കെയാണ് എൻ്റെ ഡിമാൻഡ്. പക്ഷെ നീ ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ ചെയ്തോളാം എല്ലാം, നീ എൻ്റെ കൂടെ ഇരുന്നാൽ മതി. അപ്പൊ നോക്കിയപ്പോ എൻ്റെ ജീവിതത്തിൽ 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കുന്നു, 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവുന്നു, എല്ലാ കാര്യങ്ങളും ഓർഡർ നടക്കുന്നു, എല്ലാം കർത്താവ് ചെയ്യുന്നു, എൻ്റെ വീട് ക്ലീനായി, ഞാനും ക്ലീനായി. ഇതാണ് കൃപ. ന്യായപ്രമാണത്തിന്റെ നീതിയെ ഞങ്ങൾ കവിഞ്ഞു, പക്ഷെ സ്വയനീതിക്കാരനായിട്ട് തോന്നിയില്ല. കാരണം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്നലത്തെ വരയൊന്ന് ആലോചിച്ച് നോക്കി. വരകൾ ഓർമ്മയുണ്ടോ? ഇത് ഓർമ്മയുള്ളവർക്ക് മാത്രമേ നടക്കുള്ളൂ. ഇന്ന് പുതുതായിട്ട് കേട്ടവർ ക്ഷമിക്കുക, ഇന്നലെ കേട്ടവരോട് ചോദിക്കുക, അത്രേ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത് ആവർത്തിച്ച് അത് പ്രശ്നമാണ്. ന്യായപ്രമാണത്തിന്റെ വര ഇവിടെ, യേശുവിന്റെ നീതിയുടെ വര ഇവിടെ ആണെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പൊസിഷൻ എവിടെയായിരിക്കും അറിയോ? ന്യായപ്രമാണത്തിന്റെ വരയുടെ മുകളിലും യേശുവിന്റെ വരയുടെ താഴെയുമായിരിക്കും. വിശ്വാസത്താലുള്ള നീതി ജീവിക്കുന്ന എല്ലാവരുടെയും നീതിയുടെ നിലവാരം അവിടെ ആയിരിക്കും. അപ്പൊ സ്വയനീതി ഉണ്ടാവില്ല. എന്തുകൊണ്ട് സ്വയനീതി ഉണ്ടാവില്ല എന്നറിയാം? അവന്റെ ലക്ഷ്യം ഏതാ? ക്രിസ്തുവിന്റെ നീതി. അവിടെ എത്തിയിട്ടില്ല. അപ്പം പരവേശം ആയില്ലല്ലോ. അപ്പൊ സ്വയനീതി ഉണ്ടായോ? നീതിമാനാൻ തോന്നിയില്ല. എന്നാൽ ശാസ്ത്രിയുടെയും പരീശന്റെയും നീതിയെ കവിയുകയും ചെയ്തു. അപ്പൊ നീതിമാനാവുകയും ചെയ്തു, എന്നാൽ സ്വയനീതിക്കാരനായിട്ട് തോന്നിയുമില്ല. ഇപ്പൊ ആലോചിച്ച് നോക്കിയ ദൈവം എങ്ങനെയാ നമ്മളെ രക്ഷിച്ചതെന്ന്. പാപത്തിൽ നിന്ന് മാത്രം രക്ഷിച്ചാൽ പോരായിരുന്നു, എവിടെ നിന്നും കൂടെ രക്ഷിക്കണമായിരുന്നു? സ്വയനീതി നിങ്ങളെ രക്ഷിക്കണമായിരുന്നു. അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപം ചെയ്യാനും പാടില്ല, ലംഘനം ഉണ്ടാകാനും പാടില്ല, എന്നാൽ അതേ സമയത്ത് ലംഘനം ചെയ്തില്ല എന്നുള്ള ബോധം ഉണ്ടാവാനും പാടില്ല, സ്വയനീതി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിനുള്ള വഴി എന്താണ്? നമ്മളെ കൊണ്ട് പറ്റാത്തൊരു നീതിയുടെ വര വരച്ചിട്ട് ഓടാൻ പറഞ്ഞു. ഓടി നമ്മൾ പരീശന്റെ നീതിയെ കവിഞ്ഞു, ശാസ്ത്രിയുടെ നീതിയെ കവിഞ്ഞു, യേശുവിന്റെ നീതിയുടെ അടുത്ത് എത്തിയുമില്ല. യേശുവിന്റെ നീതിയുടെ പൂർണ്ണ പ്രതിഫലം നമുക്ക് ദാനമായി തരികയും ചെയ്തു. എപ്പോഴെങ്കിലും തോന്നിയോ ഞാൻ നീതിമാനാന്ന്? എനിക്ക് തോന്നിയില്ല. കാരണം എൻ്റെ മുമ്പിൽ ഞാൻ യേശുവിനെ പോലെ ആയില്ലല്ലോ എന്നുള്ള വേദനയിൽ നുറുക്കത്തോടു കൂടിയാണ് ഞാൻ ഓടുന്നേ. ഇങ്ങനെയാണ് എന്നെ സ്വയനീതിയിൽ നിന്ന് ദൈവം രക്ഷിക്കുന്നത്, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. എന്തോ ഭയങ്കര ബുദ്ധിയല്ലേ അത്? അങ്ങനെയല്ലാതെ വേറൊരു വഴിയില്ല. കൽപ്പന അനുസരിച്ചാൽ അനുസരിക്കുന്നവൻ സ്വയനീതിക്കാരൻ, അനുസരിക്കാത്തവൻ പാപി. അപ്പൊ നമുക്ക് അനുസരിക്കാൻ പറ്റാത്ത ഒരു കൽപ്പന വെച്ചിട്ട് ആ കൽപ്പന നോക്കി എന്നോട് പറയാ, ദരിദ്രന്മാരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് ഇത് വായിച്ച ആർക്കായാലും ദാരിദ്ര്യം തോന്നും അല്ലേ? എന്റെ ജീവിതം കണ്ടാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം തോന്നും? ഒന്നും തോന്നില്ല. ഞങ്ങൾ ഇങ്ങനെ ഇതിനേക്കാൾ അപ്പുറത്ത് നല്ലപോലെ ജീവിക്കുന്നത് നിങ്ങൾക്ക് തോന്നുള്ളൂ. മിഷണറിമാരുടെ ജീവിതം കണ്ട ദാരിദ്ര്യം തോന്നുമോ? ഞങ്ങളുടെ പിള്ളേർ അങ്ങനെ ആകണമെന്ന് പണ്ടൊക്കെ അമ്മമാര് പ്രാർത്ഥിക്കുമായിരുന്നു, ഇപ്പം പ്രാർത്ഥിക്കില്ല. ദൈവമേ അങ്ങനെ ഒന്നും ആയേക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുള്ളൂ. പക്ഷെ യേശുവിന്റെ ജീവിതം കണ്ടിട്ട് ഇന്നേ അവരാരും പറഞ്ഞിട്ടില്ല അതുപോലെയൊക്കെ ആവണോട്ടോടാന്ന് പറഞ്ഞിട്ടുണ്ടോ? ദാരിദ്ര്യം ആരെ കൊണ്ടും പറ്റുന്നില്ല. ദാരിദ്ര്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഗിരിപ്രഭാഷണം വായിക്കുമ്പോൾ ആദ്യം തോന്നുന്ന ദാരിദ്ര്യമാണ്. അപ്പൊ പിന്നെ ഈ സ്വയനീതി അങ്ങ് പോയി, നീതിമാനാന്നുള്ള ചിന്തയും പോയി. ആർക്കെങ്കിലും നീതിമാനാന്ന് തോന്നുന്നുണ്ട്, സ്വയനീതീകരണം തോന്നുന്നുണ്ട്, യേശുവിന് മുമ്പിലോട്ട് തോന്നുന്നുണ്ടെന്ന് കരഞ്ഞാൽ മതി, അപ്പൊ അത് പൊക്കോളൂ. പക്ഷെ പരീശന്റെയും ശാസ്ത്രിയുടെ നീതിയെ ഞാൻ കവിഞ്ഞു വിശ്വാസത്താൽ. അത് ന്യായപ്രമാണത്തിന്റെ നീതിയുടെ മുകളിലായിരുന്നു, പക്ഷെ സ്വയനീതി എന്നെ ടച്ച് ചെയ്തുമില്ല. അപ്പൊ ദൈവം നോക്കിയേ, സ്വയനീതി ഉണ്ടാകാതെ എന്നെ എന്ത് ചെയ്തു? നീതിമാനാക്കി മാറ്റി. വേറെ ഒരു വഴിയിൽ തന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. നന്മ അല്ലെങ്കിൽ തിന്മ, ഈ രണ്ട് ട്രാപ്പിൽ നിന്ന് എന്നെ, ഇതിന്റെ നടുക്കൂടെയാണ് എന്നെ ദൈവം രക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പുതിയ നിയമ മാനസാന്തരത്തിന് ചില പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. പുതിയ നിയമ മാനസാന്തരവും പഴയ നിയമ മാനസാന്തരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമുക്കിപ്പോഴും പഴയ നിയമ മാനസാന്തരമാണ് പരിചയം. പുതിയ നിയമ മാനസാന്തരം അത്ര പരിചയമല്ല. പഴയ നിയമ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ മതി. ഞാൻ കള്ളം പറയുമ്പം അയ്യോ പറഞ്ഞു പോയല്ലോ മാനസാന്തരം. കൽപ്പന ലംഘിക്കുമ്പം അയ്യോ ഞാൻ കൽപ്പന ലംഘിച്ചല്ലോ മാനസാന്തരം. ഒരു പാപയാകാം അകൃത്യയാകാം അനുഷ്ഠിച്ചേക്കാം, ഒരാടിനെ തട്ടിയേക്കാം. വീണ്ടും 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 ആവർത്തിക്കപ്പെടുന്ന ബലി, വീണ്ടും 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 ആവർത്തിക്കപ്പെടുന്ന മാനസാന്തരം, വീണ്ടും വീണ്ടും പാപം, വീണ്ടും വീണ്ടും മാനസാന്തരം, വീണ്ടും വീണ്ടും യാഗം. ഇതാണ് പഴയ നിയമം. പുതിയ നിയമത്തിലെ മാനസാന്തരം എങ്ങനെയാണെന്നറിയോ? അത് എപ്പോഴൊക്കെ ഉണ്ടാകുന്നേ? പഴയ നിയമത്തിൽ വരും പോകും. പുതിയ നിയമത്തിൽ മാനസാന്തരമേ വേണ്ട എന്ന് ചിലവർ പറഞ്ഞു. എന്താണെന്നറിയോ? ഈ പഴയ നിയമത്തിലെ മാനസാന്തരം അല്ല പുതിയ നിയമത്തിലെ മാനസാന്തരം. മനസ്സിലായില്ല അത് എന്താ സാധനം. പുതിയ നിയമത്തിലെ മാനസാന്തരം എന്ന് പറയുന്നത്, നാം എപ്പോൾ യേശുവിനെ കാണുന്നോ അന്നു മുതൽ
നാം എപ്പോൾ തേജസ്കരിക്കപ്പെടുമോ ആ സെക്കൻഡ് വരെ നമ്മിൽ വളർന്നു 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 വരുന്ന ഒരു സാധനമാണ് പുതിയ നിയമ മാനസാന്തരം. ഇതൊരിക്കലും ഇല്ലാത്ത ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഈ മാനസാന്തരത്തിന്റെ ജിസ്റ്റ് ഇത്രയേ ഉള്ളൂ. അയ്യോ കർത്താവേ, ഞാൻ നിന്നെ പോലെ ആയില്ലല്ലോ. ഇതാ മാനസാന്തരം. നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടോ വിഷമം? നിങ്ങളുടെ ഉള്ളിൽ വിഷമം തോന്നുന്നുണ്ടോ? യേശുവിനെ പോലെ അല്ലല്ലോ എന്ന്. എത്ര നാൾ തോന്നേണ്ടി വരും അത്? ജീവിതകാലം മുഴുവൻ ആ തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ യേശുവിനെ പോലെ ആകാനുള്ള ഞരക്കം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ക്രിസ്തു എന്റെ അവയവങ്ങളിൽ ഉരുവാകുന്നത് വരെയാണ് എന്റെ മാനസാന്തരം. യേശു സ്നേഹിച്ച ലെവലിൽ, മരണം വരെ എത്തുന്ന ലെവലിൽ ഞാൻ സ്നേഹിക്കുന്ന വരെയാണ് എന്റെ കരച്ചിലും നിലവിളിയും. അപ്പൊ ഈ മാനസാന്തരം വളരുവോ വലുതാവുവോ കുറയുവോ എന്താ സംഭവിക്കുന്നേ? ഇത് വളർന്നുകൊണ്ടിരിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമുക്ക് പാപബോധം ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും തെറ്റ് നമ്മൾ ചെയ്യണം. അപ്പോഴാണ് പാപബോധം ഉണ്ടാകുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴല്ല, ചുമ്മാ ഇരിക്കുമ്പോഴും യേശുവിന്റെ മുൻപിൽ നമ്മെ തന്നെ തുറന്നു കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് ആണ് പുതിയ നിയമ മാനസാന്തരം. ഇതിനെ പല വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം. പുതിയ നിയമ മാനസാന്തരം ഈസ് ഈക്വൽ ടു ക്രൂശ് ചുമക്കൽ. പുതിയ നിയമ മാനസാന്തരം ഈസ് ഈക്വൽ ടു പഴയ മനുഷ്യന്റെ മരണം. പുതിയ നിയമ മാനസാന്തരം ഈസ് ഈക്വൽ ടു തോറ്റുകൊടുക്കൽ, വിട്ടുകൊടുക്കൽ. എന്നെ സ്വയാശ്രയം ഇല്ലാതെയാകുന്ന അവസ്ഥ. ഞാൻ ആ ഒരു ഭാഗത്തേക്ക് നിന്ന് തുടങ്ങാം. നമുക്ക് എങ്ങനെയാണ് ക്രൂശ് നമ്മളെ മാനസാന്തരപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 28-ാം വാക്യം. ശ്രദ്ധിക്കണം, ഇത് നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് ഇത് തീർപ്പാൻ വക ഉണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്നൊക്കെ. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഗോപുരം പണിയണമെന്ന്? വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ടോ? അത് കുറെ ആൾക്കാർക്കൊക്കെ ഉണ്ടാവും അല്ലെ? ഗോപുരം പണിയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഈ കോട്ടയത്ത് ഒരു വലിയ ഗോപുരം പണിയണം നിങ്ങളുടെ പേരിൽ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? എന്താ മിണ്ടാത്തെ? ആഗ്രഹം ഇല്ല, ഒന്നുമില്ലേ? വീട് പണിയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടല്ലേ? എല്ലാവർക്കും ഉണ്ട് ആഗ്രഹമുണ്ട് ഒരു വീട് പണിയണം. പക്ഷെ ഗോപുരം പണിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഇവിടെ പറയാണ്, നിങ്ങൾ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ, അത് ഇച്ഛിക്കുന്നവർ തന്നെ ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, യേശുവിന്റെ ശിഷ്യനാകുന്നത് ഒരു വീട് പണിയുന്ന പോലെ അല്ല, പിന്നെ ഒരു ഗോപുരം പണിയുന്ന പോലെയാണ്. നിസ്സാര പണിയല്ല. വീട് പണിയാനാകുന്ന അത്രയും ചെലവാകും ഒരു ഗോപുരത്തിന്റെ ഫൗണ്ടേഷൻ ഇടാൻ തന്നെ. ഓക്കെ, അപ്പൊ യേശുവിന്റെ ശിഷ്യനാകണമെങ്കിൽ അത് വീട് പണിയുന്ന പോലെ അല്ല, പിന്നെ എങ്ങനെയാണ്? ഗോപുരം പണിയുന്ന പോലെയാണ്. ഓക്കെ, അടുത്തത്, ഇന്ന് നമ്മൾ പല ആൾക്കാരും അടുത്ത വാക്യം എന്ന് വെച്ചാൽ, ഒരു രാജാവ് 31-ാം വാക്യം. ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 ഒരു രാജാവ് എതിരെ വരുന്ന, എന്റെ 10,000 ഉള്ളൂ. അപ്പൊ ഞാൻ കണക്ക് നോക്കണം, ഈ 10,000 എനിക്ക് 20,000 തോപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല എങ്കിൽ എന്ത് ചെയ്യണം? അവനോട് പോയി രമ്യപ്പെട്ടോണം. അല്ലെ ആ 20,000 വന്ന് നമ്മളെ അടിച്ച് നേരപ്പാക്കി നമ്മുടെ രാജ്യം അടിച്ചുകൊണ്ട് പോകും. അപ്പം യേശുവിന്റെ ശിഷ്യനാകുന്നത് 20,000 ഒരു സൈന്യം എതിരെ വരുമ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്യുന്ന പോലെയാണ്. നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 10,000 ഉള്ളൂ. ഇനി ഒരു വലിയ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവാ. ഈ കണക്കൊക്കെ നോക്കിയിട്ടാണോ ഈ പണിക്ക് ഇറങ്ങിയത്?
ആണോ അല്ലയോ? ഗോപുരം പണിയാണ്, കയ്യിലൊന്നുമില്ല, നാണക്കേടാവും. ഒത്തിരി പേര് വിശ്വാസത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഗോപുരം പണിയാൻ പോകാന്നും പറഞ്ഞൊക്കെ അടിസ്ഥാനം ഇട്ടാലും മുകളിലോട്ട് പണിയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവിശ്വാസികൾ നോക്കുമ്പോൾ ഒരു ഗോപുരം പണിത് കാണുന്നില്ല. നാണക്കേടായിരിക്കുക. അപ്പൊ നിങ്ങൾ കണക്ക് നോക്കിയായിരുന്നോ? ഏതായാലും ഭാഗ്യം നിങ്ങൾ മിണ്ടാത്തവരായത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു പാസ്റ്റർ കണക്ക് നോക്കിയായിരുന്നോ? നിങ്ങൾ മിണ്ടാത്തത് എന്റെ ഭാഗ്യം. കണക്ക് നോക്കിയായിരുന്നോ? നോക്കിയില്ലെങ്കിൽ ഒരു സെക്കൻഡ് തരാം. ഒന്ന് കണക്ക് നോക്കിയാൽ നിങ്ങളുടെ കയ്യിലുണ്ടോ ഈ പരിപാടി, ഈ ഗോപുരം പണിയാനുള്ള പണി? ഇതൊന്നും മിണ്ടുന്നില്ലല്ലോ. ഉണ്ടോ ഇല്ലയോ? ഈ ഗോപുരം പണിയാനും 20,000-മായിട്ട് എതിര് വരുന്ന സാത്താനെ തോപ്പിക്കാനും എതിരാളിയെ തോപ്പിക്കാനുമുള്ള ശക്തി നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. പിന്നെന്തിനാ ഇറങ്ങിയേ? അപ്പൊ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നോക്കിയോ, അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മളിത് വായിക്കുമ്പോ അങ്ങനെ അങ്ങ് വായിക്കണം. വായിച്ചോ? എവിടെ വായിക്കണ്ടെന്നറിയോ? ഈ 33-ാം വാക്യം. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും, എങ്ങനെ തന്നെ? ഈ ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചവനെ പോലെ, അല്ലെങ്കിൽ എന്താ ഈ യുദ്ധം ചെയ്യാൻ പോയവനെ പോലെ, അങ്ങനെ തന്നെ നിങ്ങളും ദാ കിടക്കുന്നു. 10,000 ആകെ ഉള്ളൂ, അതിനെ വിട്ടുപിരിയാൻ. ഫൗണ്ടേഷൻ ഇടാനുള്ളതേ ഉള്ളൂ, ഗോപുരം പണിയാനുള്ളതില്ല. അപ്പൊ പറയാ അതും കളഞ്ഞേക്കാൻ. ഇത് രണ്ടും കളഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ശിഷ്യന്മാരാവാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് കൊണ്ട് പണി നടക്കൂല എന്ന് മാത്രമല്ല, നമ്മുടെ കയ്യിൽ റിസോഴ്സ് ഇരിക്കുന്നത് തന്നെ പ്രശ്നം. നമ്മുടെ ജഡത്തിന്റെ ശക്തി കൊണ്ടോ റിസോഴ്സസ് കൊണ്ട് ഇതിന് പണിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നാണക്കേടാവുന്ന മാത്രമല്ല, അത് കയ്യിലിരിക്കുന്നത് തന്നെ ഇതിനൊരു തടസ്സമാണ്. ഞാനത് തെളിയിച്ചു തരാം എങ്ങനെയാ തടസ്സമാവുന്നത്. നമ്മുടെ റിസോഴ്സസ് എന്തൊക്കെയാണ്? നമുക്ക് അതിന്റെ 25-ാം വാക്യം വായിക്കാം. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അപ്പൊ എന്തൊക്കെയാ നമ്മുടെ അസറ്റുകള്? അപ്പൻ, അമ്മ, മക്കള്, ഭാര്യ, സമ്പത്ത്, പിന്നെ സഹോദരി, സഹോദരൻ, അവസാനം സ്വന്തം ജീവൻ. ഇത്രയാണ് എന്റെ അസറ്റ്. നിങ്ങളുടെ അസറ്റ് എന്തൊക്കെയാ? വിദ്യാഭ്യാസം, പേരൻസ്, കുടുംബം, ഇങ്ങനെ ഒത്തിരി അസറ്റ്സ് ഉണ്ട്. ഞാൻ നിങ്ങളോട് ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. IAS പാസ്സായ ഒരുത്തന് അത് ഇട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് പോകാനാണോ എളുപ്പം, അതോ 10ാം ക്ലാസ് തോറ്റ ഒരാൾക്ക് ബൈബിൾ കോളേജിൽ പോകാനാണോ എളുപ്പം? പെട്ടെന്ന് പറഞ്ഞോ. IAS കാരനാണോ അത് വിട്ടിട്ട് ബൈബിൾ കോളേജിൽ പോയി നിങ്ങൾ കണ്ടിട്ടുള്ളത് കൂടുതൽ? അപ്പൊ IAS വലിയ അസറ്റാന്ന് വിചാരിച്ചിട്ട് അതിപ്പോ ഒരു ഇടർച്ചയായില്ലേ? ഞാനൊരു കഥ പറയാം. പണ്ട് അടിമാലി ബസ് സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുമായിരുന്നു. ഈ കഥകളാണ് എന്നെ ഉണ്ടാക്കിയത്. കാരണം ദൈവം തരുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഞാൻ അടിമാലി ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പാവും, 10 years 15 yearsനൊക്കെ മുമ്പാ. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മുതിർന്ന സുഹൃത്ത്. പാസ്റ്റർ, എൻ്റെ മോൻ 10ാം ക്ലാസ് എഴുതിയേക്കാണ്, പുള്ളി 10ാം ക്ലാസ് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ പ്രാർത്ഥിക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 10ാം ക്ലാസ്സിൽ അവൻ ജയിച്ചില്ലെങ്കിൽ അവനെ ബൈബിൾ കോളേജിൽ വിടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ശരി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളുടെ മോൻ തോറ്റു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു തോറ്റാലല്ലേ നിങ്ങൾ ബൈബിൾ കോളേജിൽ വിടുള്ളൂ. പ്രീ ഡിഗ്രി പഠിക്കാനും മറ്റു കാര്യങ്ങൾ കോഴ്സിന് പോകാനൊക്കെ എന്താ തിരക്ക്. ബൈബിൾ കോളേജിൽ പിള്ളേരില്ലാതെ വിഷമിച്ചിരിക്കുക. അതുകൊണ്ട് തോറ്റാലല്ലേ നിങ്ങൾ വിടത്തുള്ളൂ, തോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പുള്ളി എന്നെ ക്രൂദ്ധമായിട്ടൊന്ന് നോക്കിയിട്ട് പോയി. 1 വർഷം കഴിഞ്ഞ് ഞാൻ പുള്ളിയെ പിന്നെയും കണ്ടപ്പോ ഞാൻ പുള്ളിയോട് ചോദിച്ചു, മോൻ തോറ്റു അല്ലേ ചോദിച്ചു. എന്നാ പറഞ്ഞു തോറ്റു പാസ്റ്റർ, ദയനീയമായിട്ട്. ബൈബിൾ കോളേജിൽ വിട്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറയും ഒരു ചാൻസും കൂടെ കൊടുത്തിട്ടുണ്ട്, ഈ പ്രാവശ്യം തോറ്റാലേ വിടുന്നുള്ളൂ. എല്ലാം നോക്കി അവസാനം മുട്ടയിട്ടാ മാത്രം അവനെ ബൈബിൾ കോളേജ് വിടത്തുള്ളൂ. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഈ ജയിച്ചാലാണോ ദൈവരാജ്യത്തിന് അസറ്റ്, തോറ്റാലാണോ?
ഇനി അടുത്ത ചോദ്യം, 5 കോടി രൂപ അസറ്റുള്ള ഒരു അപ്പനെ ഉപേക്ഷിക്കാനാണോ എളുപ്പം, അതോ നയാ പൈസ കയ്യിലില്ലാത്ത അപ്പനെ ഉപേക്ഷിച്ച് പോകാനാണോ എളുപ്പം? പെട്ടെന്ന് പറഞ്ഞോ. നയാ പൈസ ഇല്ലാത്ത ആളെ എപ്പോ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഈ പൈസ എല്ലാം സുവിശേഷകർക്ക് തടസ്സമായോ? വിദ്യാഭ്യാസം തടസ്സമായോ? നമ്മൾ ഈ അസറ്റ് എന്ന് വിചാരിച്ചിരുന്നതെല്ലാം ദൈവവേലയ്ക്ക് ഇടർച്ചയല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ആണോ അല്ലയോ? ലോകത്തിലെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസിലോട്ട് നോക്ക്. നമുക്ക് അസറ്റ് കൂടുന്തോറും ഇട്ടിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മളെ പൊതിയുന്ന ബന്ധനങ്ങളാണ്. മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? എനിക്കറിയത്തില്ല എന്താ നിങ്ങൾ മിണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിനക്ക് നിന്റെ കയ്യിലുള്ള അപ്പന്റെ പണം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ നിന്റെ ബുദ്ധി കൊണ്ടോ ഒന്നും പണിയാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ദൈവരാജ്യം. ശിഷ്യത്വം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിന്റെ കയ്യിലുള്ളതെല്ലാം ദൈവത്തിന് മുമ്പിൽ കൊടുത്ത് വിട്ട് കളയാതെ നിനക്ക് ശിഷ്യനാവാൻ പറ്റത്തില്ല. സ്വന്തം ജീവനെ വരെ വേണ്ട എന്ന് വെക്കാതെ നമുക്ക് അവന്റെ ശിഷ്യനാകാൻ സാധിക്കില്ല. അപ്പൊ മാനസാന്തരം എന്ന് പറയുന്നത് എന്തോ? നമുക്ക് അപ്പനെ വേണേ ഉപേക്ഷിക്കാം. അങ്ങനെ ഉപേക്ഷിച്ച ഒത്തിരി മക്കളുണ്ട്. ഭാര്യ ഉപേക്ഷിച്ച് പോയവന്മാർ വരെ ഉണ്ട്. മക്കളെ ഉപേക്ഷിച്ചവരുണ്ട്. പക്ഷെ സ്വന്തം ജീവനെ ഉപേക്ഷിക്കാൻ ഏറ്റവും പാട്. ഇതെല്ലാം കൂടെ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ എന്ത് വേണം? 29 വാക്യം വായിച്ചേ. 27 വാക്യം. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും. അപ്പൊ നമുക്ക് ഈ റിസോഴ്സസ് എല്ലാം കളയാൻ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ക്രൂശ് വേണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുമായിരിക്കും, അയ്യോ ഞങ്ങൾ ഭിക്ഷക്കാരെ പോലെ ഒന്നും ഇല്ലാത്തവരാക്കാനാണോ കർത്താവേ ഈ പാസ്റ്റർ ഒന്നിവിടെ പ്രസംഗിക്കുന്നതെന്ന്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഇതില്ലാതാകുന്ന അവസ്ഥയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഉപയോഗമില്ലാതാകുന്ന അവസ്ഥയെക്കുറിച്ചാണ്. വി മേ ഹാവ് എവറിത്തിങ് ബട്ട് വി വിൽ നോട്ട് പുട്ട് അവർ ട്രസ്റ്റ് ഓൺ ദോസ് തിങ്സ്. നമുക്ക് അത് ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും നമ്മൾ ആശ്രയിക്കാൻ കൊള്ളാത്ത സാധനങ്ങളാണ്. എല്ലാം ഉപയോഗിക്കാം, ഷെയർ ചെയ്യാം, കളയാം. ഇതുകൊണ്ടൊന്നും നമുക്ക് ശിഷ്യനാവാൻ പറ്റത്തില്ല. പണ്ടൊരാൾ എന്നോട് പറഞ്ഞാണ്, ലോട്ടറി അടിച്ചിട്ട് വേണം ബ്രദറെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ. ഞാൻ പറഞ്ഞു, എന്തിനാ അത്? പറഞ്ഞു, പിള്ളേർക്കുള്ളത് ബാങ്കിൽ ഇട്ടിട്ട് വേണം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ. ഏത് ദൈവത്തിന്റെ പുറകെയാണോ ഇറങ്ങുന്നത്? അപ്പൊ ക്രൂശ് എന്ത് ചെയ്യുന്നു? ക്രൂശിൽ ഞാൻ തറച്ചു കിടക്കുമ്പോ എനിക്ക് എന്റെ റിസോഴ്സസ് ഓർമ്മ വരത്തില്ല, എന്റെ ശക്തി ഓർമ്മ വരത്തില്ല, ഞാൻ ഏറ്റവും ബലഹീനനാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് പറയുന്നത്, ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറയും, ഞാൻ ഈ ഗോപുരം പണിയും. കാരണം ആരാ പണിയുന്നത്? ക്രിസ്തുവാണ് പണിയുന്നത്. എന്റെ റിസോഴ്സ് കൊണ്ട് പണി നടക്കത്തില്ല. അപ്പം റിപ്പന്റൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്റെ ഹെൽപ്ലെസ്നെസ് ഞാൻ സമ്മതിക്കുന്നതാണ്. ഇന്ന് പലരും വിചാരിക്കുന്ന ബൈബിൾ കോളേജിൽ 3 വർഷം പഠിച്ചാൽ എനിക്ക് പാസ്റ്റർ ആകാമെന്ന്. ആവാൻ പറ്റത്തില്ല. പാസ്റ്റർ ആകാൻ വേണ്ടത് ദൈവകൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ്. സുവിശേഷ വേല ചെയ്യാൻ വേണ്ടത് മാനുഷികമായ അസറ്റ്സ് അല്ല, ദൈവത്തിന്റെ വിളിയാണ്. ഓക്കെ. അപ്പൊ ക്രൂശ് എന്ത് ചെയ്യുന്നു? നമ്മളെ നമ്മുടെ റിസോഴ്സസിനെ ഓരോന്നിനെ നമുക്ക് ആശ്രയമില്ലാത്ത രീതിയിലേക്ക് മാറ്റുന്നു. അതിന് വേണമെങ്കിൽ എക്സാമ്പിൾസ് ഇഷ്ടം പോലെ പറയാം. ക്രൂശ് എടുത്തോണ്ട് ഒരുത്തൻ എന്തിനാ പോകുന്നത്? എന്തിനാ പോകുന്നേ? കത്തോലിക്കർ എന്തിനാ ക്രൂശായിട്ട് പോകുന്നറിയോ? എന്തിനാ പോകുന്നേ? ക്രിസ്ത്യാനിയാന്ന് കാണിക്കാൻ വേണ്ടിയാ. എന്തെങ്കിലും അനുഗ്രഹം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച. പക്ഷെ കർത്താവ് നമ്മളോട് ക്രൂശുമായിട്ട് വരാൻ പറഞ്ഞ എന്തിനാ? മരിക്കാൻ തയ്യാറാവാനാ. അപ്പൊ ശിഷ്യനാകാൻ ഏറ്റവും ആവശ്യം എന്താ? മരണഭയം നീങ്ങിപ്പോകാന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയാം. മരണഭയം നീക്കാൻ വേണ്ടി ദൈവം പെടുന്ന പാട് എൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന ഒറ്റ രാത്രി കൊണ്ട്, ഒരു പ്രസംഗം കൊണ്ടൊന്നും നമ്മുടെ മരണഭയം പോകത്തില്ല. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാം. ഒരു ദിവസം എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര പനി, വിറാന്ന് പറഞ്ഞാൽ കിട്ടുകിട്ടാന്ന് വിറയ്ക്കോ, 103-104 ഡിഗ്രി പനിയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ചെയ്തു, മരുന്ന് കൊടുത്തു, ഒരു രക്ഷയില്ല, കുറയുന്നില്ല. 2 ദിവസമായി 3 ദിവസമായി ആന്റിബയോട്ടിക് കൊടുത്തു, പനി മാത്രം കുറയുന്നില്ല. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ HIV പോസിറ്റീവ് ആയിട്ടൊരു കൊച്ചുണ്ടല്ലോ,
HIV ഒന്ന് പരിശോധിച്ച് നോക്കാം. ഹൃദയത്തിനകത്തോടെ ഡപ്പെന്നൊരിടി കേട്ടു. എന്താ കാര്യം എന്നറിയോ? ഒരാഴ്ച മുമ്പ് എൻ്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ടായിരുന്നു. ഈ സ്വപ്നത്തിൽ ഡോക്ടർ എൻ്റെ ഭാര്യയോട് പറയാണ്, നിങ്ങൾക്ക് 2 പേർക്കും HIV പോസിറ്റീവ് ആണ്. അപ്പൊ സ്വപ്നത്തിൽ എൻ്റെ ഭാര്യ കരഞ്ഞോണ്ട് എന്നോട് പറയാം, നമ്മൾ 2 പേരും പോക്കാണ്. അപ്പൊ ഞാൻ സ്വപ്നത്തിൽ എൻ്റെ ഭാര്യയോട് പറയാണ്, HIV ഉണ്ടെങ്കിൽ എന്തുവാ, ഇപ്പൊ നമുക്ക് 30-35 വയസ്സായി. അന്നാ കേട്ടോ, എത്ര വർഷമായി ഞാൻ പറയുന്നില്ല, നിങ്ങൾ അങ്ങനെ എൻ്റെ പ്രായം ഊഹിച്ചെടുക്കണ്ട. HIV ഉണ്ടെങ്കിൽ ഒരു 15 വർഷം കൂടെ നമ്മൾ ജീവിക്കും, 19 വയസ്സ് വരെ ജീവിക്കാം. അത്ര നാൾ കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് മരിക്കും. സ്വപ്നത്തിലാട്ടോ, നേരിട്ട് ഇങ്ങനൊന്നും പറയാനുള്ള ഗട്സ് എനിക്ക് ഒന്നുമില്ല. സ്വപ്നത്തിലാണ് പറയുന്നത്. എൻ്റെ ഭാര്യയുടെ സ്വപ്നത്തിലാണ് ഞാൻ ഉപദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറയുന്നത് HIV ഒന്ന് നോക്കിയേക്കാവല്ലോ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ കൂടെ പോകുന്നത്? നിങ്ങൾ എന്നാലോചിക്കും. ഉറപ്പാ. കാരണം HIV ഉള്ള കൊച്ചിനെ കിട്ടുന്ന സമയത്ത് ഇവനെ മൂക്കിൽ നിന്നൊക്കെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഭാര്യ ഇവനെ എടുത്തോണ്ടൊക്കെ പോകുന്നു. അപ്പം കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടും അന്ന് ഞങ്ങൾ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞ പോലെ എല്ലാ പ്രിക്കോഷൻസ് എടുത്തിട്ടാ ചെയ്തത്. പക്ഷെ എന്നാലും ഉള്ളിലൊരു ഭയം, ഇതെങ്ങനെയെങ്കിലും കേറി. അപ്പൊ വിറച്ച് പനിച്ച് ഡോക്ടറുടെ മുമ്പിൽ പോയി ഇരിക്കുക, ടെസ്റ്റിന് രക്തം കൊടുത്തിട്ടിരിക്കുക. അപ്പൊ കർത്താവ് എന്നോട് സംസാരിച്ചു. എന്നോട് ചോദിച്ചു, നീ ഇന്നലെ പ്രസംഗിച്ച പ്രസംഗം ഓർമ്മയുണ്ടോ? ഇന്നലെ അല്ല, ഒരാഴ്ചയായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഷ്ഠരോഗികളുടെ ഇടയിൽ പോയി ശുശ്രൂഷിച്ച് കുഷ്ഠരോഗിയായി മാറിയ ഫാദർ ഡാമിയനെ കുറിച്ചും, അതുപോലെ മൊറേവിയൻ മിഷണറിമാര് അമേരിക്കയിലെ അറ്റ്ലാന്റിക്കിലുള്ള ഏതോ ഒരു ദ്വീപില് കുഷ്ഠരോഗികളെ മാത്രം പാർപ്പിക്കുന്ന ഒരു ദ്വീപിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ നേരത്ത് അതോറിറ്റീസിനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ അതോറിറ്റീസ് പറഞ്ഞു, നിങ്ങൾ പോകുന്ന കൊള്ളാം, തിരിച്ചു വരരുത്. കാരണം രോഗാണുക്കളായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ വ്യാപിക്കും. അതുകൊണ്ട് തിരിച്ചു വരില്ല എന്ന് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ പൊക്കോ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല തിരിച്ചെന്നും പറഞ്ഞ് അവർ പോയി. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. ഇതൊക്കെ ഞാൻ നല്ല ഘോരമായിട്ട് പ്രസംഗിക്കുമായിരുന്നു. അപ്പൊ എന്നോട് കർത്താവ് ഇരുന്നപ്പോൾ ചോദിച്ചു, കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച ആൾക്കാർക്ക് കുഷ്ഠം വന്നത് നീ എത്ര സ്റ്റൈലായിട്ടാണ് പ്രസംഗിച്ചത്, ആൾക്കാരെല്ലാം എന്ന് വെച്ചു. പക്ഷെ HIV ഉള്ളൊരു കൊച്ചിനെ ശുശ്രൂഷിച്ചിട്ട് നിനക്ക് HIV ഞാൻ തന്നാ നീ സ്വീകരിക്കുവോ? അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് മിക്കവാറും പ്രശ്നമായിരിക്കും, സ്വീകരിച്ചേക്കാം, ദൈവത്തിന് സ്തോത്രം പറയാം, കർത്താവ് തരുന്നതിന് നന്ദി പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. ഭാര്യ കരയാൻ തുടങ്ങി. റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ ദൈവം ഞങ്ങളെ ചക്രശ്വാസം വലിപ്പിച്ചോടെ മരണം സാരമില്ല കർത്താവേ എന്ന് പറയിപ്പിച്ചിട്ടാണ് റിസൾട്ട് കൊണ്ടുവന്നത്. ദൈവം എന്തിനതിലെ കടത്തിവിട്ടത്? ഞാൻ ഇത്രയും പറയണമായിരുന്നു, മരിച്ചാലും സാരമില്ല. സ്വന്തം ജീവനെ വിലയേറിയതായി എണ്ണിയാൽ നമുക്ക് അവന്റെ ശിഷ്യനാവാൻ സാധിക്കത്തില്ല. അപ്പൊ ഞാൻ വിചാരിക്കും എന്റെ ജീവനെ അങ്ങ് വെറുത്തേക്കാം. അങ്ങനെ ഇതിനെ വെറുക്കാൻ പറ്റത്തില്ല. ക്രൂശ് ഉണ്ടെങ്കിലേ ഇതിനെ വെറുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഒരു ഡോക്ടർ സുഹൃത്തുക്കളുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ ഇതിങ്ങനെ ഫോൺ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക. അവരിതെല്ലാം കേട്ട് ഭയങ്കര ചിരിയാ. അന്നേരം തൊട്ടേ ചിരിയാ. കാരണം അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ വരത്തില്ല. കാരണം അവരുടെ സൂപ്പർവിഷൻ ഇതെല്ലാം ചെയ്തത് പറഞ്ഞു കേട്ടപ്പോൾ അവർ ചിരിക്കുക. കാരണം പക്ഷെ ഞങ്ങളെ ഈ ഭയത്തിലൂടെ ദൈവം കടത്തിവിട്ടു. അതിനോട് വെളിയിലിറക്കാനൊരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ കാരണം? പറയണം, സ്വന്തം ജീവനെ വിലയേറിയതായി എണ്ണാൻ പാടില്ല എന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ അതിനെ അതിജീവിക്കണം. ഇത് മാനസാന്തരം ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഓൾവേസ് ബ്രോക്കൺ, ദൈവത്തിനു മുമ്പിൽ തകർന്ന ഒരു ഹൃദയം ഉണ്ടാവുക എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന ഭയങ്കര അനുഗ്രഹമാണ്. മരണഭയം. ഐ ഡോണ്ട് കൗണ്ട് മൈസെൽഫ് ഫോർ എനിത്തിങ്. ദൈവമേ, നിന്റെ കൃപയിലല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ നിന്റെ കൃപയാൽ ഞാൻ എന്തും ചെയ്യും. ഐ എം കേപ്പബിൾ ഓഫ് എവറിത്തിങ് ബൈ യുവർ ഗ്രേസ്. ഇതാണ് എന്റെ നത്തിങ്നെസ്സിനെ കുറിച്ചുള്ള എന്റെ ബോധ്യമാണ് എന്റെ മാനസാന്തരത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സെൽഫ് സഫിഷ്യൻസി തോന്നുന്നുണ്ട്, ഞാൻ നന്നായിക്കോളാം, നാളെ തൊട്ട് നന്നായിക്കോളാം, അല്ലെങ്കിൽ നല്ല തീരുമാനം, നാളെ തീരുമാനം എടുക്കും, ഈ വർഷം ഞാൻ നന്നാവാൻ പോവാണ്. മാനസാന്തരം ഇല്ലാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ തീരുമാനം എടുക്കുന്നത്. എത്ര തീരുമാനം നിങ്ങൾ അനുസരിച്ചിട്ടുണ്ട്? പത്രോസ് ഭയങ്കര തീരുമാനക്കാരനായിരുന്നു. നിന്റെ കൂടെ മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു,
നിന്റെ കൂടെ ജയിലിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോഴേ കർത്താവ് പറഞ്ഞു, മോനെ, നീ നാളെ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുന്നില്ലെങ്കിൽ കോഴി നാളെ കൂവത്തില്ല. കർത്താവിനറിയാം അവൻ തീരുമാനം എടുത്താലൊന്നും അവൻ നടപ്പാക്കാൻ പറ്റത്തില്ല. പത്രോസ് ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിലവിളിച്ച് കരയണം, ഏങ്ങരടിച്ച് നെഞ്ചത്തടിക്കണം. സുവിശേഷം നമ്മളെ അങ്ങനെ തകർക്കണം. കർത്താവെ, നിന്റെ കൃപയ്ക്കായി നിലവിളിക്കാനുള്ള ഒരു ഹൃദയം എനിക്ക് നീ തരണം. എന്റെ ശക്തിയിൽ ഞാൻ ആശ്രയിക്കരുത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുണ്ടോ? നമ്മൾ ഈ മതിൽ ചാടിക്കിടക്കും, പക്ഷെ അത് എന്റെ ശക്തിയാലല്ല, ദൈവത്തിന്റെ ശക്തിയാൽ കിടക്കും. നമ്മൾ ഈ ഗോപുരം പണിയും, ഈ കോട്ടയത്ത് ഒരു ഗോപുരം പണിയും യേശുവിന്റെ നീതിയാൽ, പക്ഷെ അത് എന്റെ ശക്തിയാൽ പണിയില്ല, ദൈവത്തിന്റെ ശക്തിയാൽ പണിയും. നമ്മൾ ഈ തെരുവിലൂടെ യേശു നടന്ന പോലെ നടക്കും, പക്ഷെ അത് എന്റെ ശക്തിയാൽ നടക്കത്തില്ല, അവന്റെ ആത്മാവിനാൽ ഞങ്ങളത് ചെയ്യും. ഈ ധൈര്യമാണ് ശരിക്കും ഒരു വിശ്വാസിയെ ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മാനസാന്തരത്തെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും നല്ല അധ്യായം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായമാണ്. പുതിയ നിയമ മാനസാന്തരം എന്താണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല അധ്യായം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം. അവിടെയാണ് ഈ റിസോഴ്സസ് കൊഴിച്ചു കളയുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഏറ്റവും നല്ല വിശദീകരണം പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് 5 മിനിറ്റേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഈ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം വായിക്കണം, പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ബ്രോക്കൺനെസ്, ഒരു തകർച്ച എനിക്ക് നീ തരണം. ഓക്കെ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തില് അതിന്റെ 3-ാം വാക്യം ഞാൻ വായിക്കാം. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം. ഇപ്പൊ ജഡമാണ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നത്, അതാണ് ആത്മീക പരിച്ഛേദന. ജഡത്തിൽ ആശ്രയിക്കാൻ പറ്റത്തില്ല, ജഡം വിട്ടുപോയി, മുറിഞ്ഞുപോയി. ആത്മാവിൽ ആരാധിക്കുന്നു, ആത്മാവിൽ ജീവിക്കുന്നു, ജഡം കൊണ്ട് ഉപകാരമില്ല, മുറിഞ്ഞുപോയി. അതാണ് പരിച്ഛേദന, നമ്മളേറ്റ പരിച്ഛേദന. നാമല്ലോ പരിച്ഛേദനക്കാർ, ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. എന്നിട്ട് പൗലോസ് പറയാണ്, ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് ഏറ്റവും അധികം എന്തൊക്കെയാണ്? 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. എന്തെല്ലാം സ്റ്റാറ്റസ് ആണെന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാല് ഒന്നാന്തരം പരീശൻ. പിന്നെ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് ബൈബിളിൽ സംബന്ധിച്ച നീതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ പൗലോസ് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കുറെ കാര്യങ്ങളുണ്ട്. ഗമാലിയേലിന്റെ ഏറ്റവും നല്ല സ്റ്റുഡന്റ്, സെന്നിദ്രീൻ സംഘത്തിലെ അംഗം. പിന്നെ അതിനേക്കാളും വലിയൊരു കാര്യമുണ്ട്, പറയുന്ന ചരിത്രം ശരിയാണെങ്കിൽ, എനിക്ക് ചരിത്രത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല, ചരിത്രം ശരിയാണെങ്കിൽ കപ്പൽ നിർമ്മാണശാല ഉണ്ടായിരുന്ന ആളായിരുന്നു പൗലോസ് എന്ന് പറയുന്നത്. സത്യമാണോ ആർക്കറിയാം? ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ മാരുതി ഹുണ്ടായി എന്നൊക്കെ പറയുന്നല്ലോ, അന്ന് കപ്പൽ, ഇന്ന് കാറ്, ഇത് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഓണർ ആലോചിച്ച് എന്തായിരിക്കും അവന്റെ ഗമ? ഇനി അതൊന്നും അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, പൗലോസ് റോമൻ പൗരനായിരുന്നു. ഈ റോമൻ പൗരത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരൻ ഞാൻ എങ്ങനെയായെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ജനിച്ചപ്പോഴും ഇന്ത്യൻ പൗരനായിട്ടാണ് ജനിച്ചത്. പക്ഷെ റോമൻ പൗരത്വം അങ്ങനെ കിട്ടത്തില്ലായിരുന്നു. റോമൻ പൗരത്വം കുലീനന്മാർക്കും നല്ല കുടുംബത്തിൽ പിറന്നവർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഉയർന്ന പൊസിഷനിലുള്ളവർക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ഒരു പ്രത്യേക പദവിയാണ് ഈ റോമൻ പൗരത്വം. അങ്ങനെയുള്ളവർക്ക് ലോക്കൽ പോലീസുകാർക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കൈസറുടെ കോടതിയിലെ വിസ്തരിക്കാവൂ, അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. ഇത് പൗലോസിന് കിട്ടിയതായിരുന്നു കുടുംബപരമായിട്ട്. നിസാര പാർട്ടിയല്ല, അതൊന്നും പുള്ളി കോട്ട് ചെയ്തിട്ടില്ല, അത് കോട്ട് ചെയ്യാൻ പോലും തോന്നിയിട്ടില്ല. എന്നിട്ട് ഇത്രയും ലിസ്റ്റ് പറഞ്ഞേക്കാം. അപ്പൊ നമുക്ക് കുറെ ലിസ്റ്റ് ഉണ്ടല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഇങ്ങനെ ജഡത്തിൽ പുകഴാനും പ്രശംസിക്കാനുള്ള ലിസ്റ്റ് ഉണ്ടോ? കുറെ ഉണ്ടല്ലേ. പൈസ ഉണ്ടെന്ന് ആരും പറയൂല, അത് മലയാളികളുടെ ഒരു പ്രത്യേകത. എത്ര ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയത്തുള്ളൂ. പക്ഷെ കുടുംബം നല്ലതാന്നേ പറയത്തുള്ളൂ, അത് മോശമെന്ന് ആരും പറയൂല. നമ്മുടെ ചില പ്രത്യേകതകൾ അത്. അപ്പൊ കുടുംബം ഒരു അസറ്റായിട്ട് എഴുതാം, പൈസ ഞാൻ എഴുതുന്നില്ല, നമ്മൾ ആരും സമ്മതിക്കില്ല ഉണ്ടെന്ന്. പിന്നെ വിദ്യാഭ്യാസം, ചില ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഒരു അസറ്റാണ്. ഇങ്ങനെ കുറെ ഉണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ളവൻ, നല്ല ബുദ്ധിയുള്ളവൻ, നല്ലപോലെ പ്രസംഗിക്കുന്നവൻ, നല്ലപോലെ പാടുന്നവൻ, താലന്ത് പരിശോധനയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയവൻ, അസറ്റുകളാണ്. പിന്നെ ഭയങ്കര വായിച്ചും പരിചയമുള്ളവൻ, ലോകപരിചയമുള്ളവൻ, അസറ്റാണ്.
ആൾക്കാർ ബഹുമാനിക്കുന്നവൻ അസറ്റാണ്. അസറ്റുകളുടെ ബഹളമാണ്. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? എന്റെ അസറ്റുകളെ കുറിച്ച് എന്ത് ഐഡിയ ഉണ്ട് നിനക്ക്? വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ അസറ്റുകളുടെ ബഹളമാണ്. പൗലോസ് അങ്ങനെയായിരുന്നു. എന്നിട്ട് പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. അപ്പൊ പൗലോസ് പറയുന്ന ഭാഷ എങ്ങനെയാണ്? എബ്രായരിൽ ജനിച്ച എബ്രായൻ, നഷ്ടമായിപ്പോയി, വേണ്ടായിരുന്നു. ഇത്രയും പൈസയുണ്ട്, വേണ്ടായിരുന്നു, നഷ്ടമായിപ്പോയി. ഛേദം എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടം. ഈ അസറ്റുകൾ ഓരോന്നും എടുത്തിട്ട് പൗലോസ് പറയാം, നഷ്ടമായിപ്പോയി, ഇത്രയും സ്വാധീനം ഉണ്ടായിപ്പോയി എനിക്ക്, നഷ്ടമായിപ്പോയി. നമ്മുടെ അടുത്ത് വല്ല രാഷ്ട്രീയക്കാർ വന്നാ മതി നമ്മുടെ ഒരു സന്തോഷം. പൗലോസ് പറയാ, ഈ കൈസറിന്റെ അടുത്ത് വരെ സ്വാധീനമുള്ള, നഷ്ടക്കച്ചവടമായിപ്പോയി, വേണ്ടായിരുന്നു. ഇന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വന്നിട്ട് യേശു വലിയൊരു ടീച്ചറാന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഹല്ലേലൂയ എന്ന് പറയും. കാരണം നമ്മുടെ പാവമായ യേശുവിനെ ഈ വലിയ ആള് പുകഴ്ത്തി പറഞ്ഞല്ലേ, സഹിക്കാൻ പറ്റും അല്ലേ? രാഷ്ട്രീയക്കാരെ കൊണ്ട് എന്തേലും പറയിപ്പിച്ചാൽ മതി. ഓക്കെ, പൗലോസ് പറയാണ്, എനിക്ക് കോണ്ടാക്ട്സ് ഉണ്ട്, ബന്ധങ്ങളുണ്ട്, പൈസ ഉണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, നല്ല കുടുംബത്തിൽ പിറന്നതാണ്, എല്ലാം നഷ്ടം. എന്റെ സംശയം, ഇതെങ്ങനെ നഷ്ടമാവുന്നേ? ശരി, ഉപയോഗമില്ല എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു, ഉപയോഗമില്ല, ഓക്കെ, സമ്മതിച്ചു. നഷ്ടമാകുന്നത് എങ്ങനെ? നഷ്ടമാകുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഓങ്കോളിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അമേരിക്കയിൽ നിന്നൊരു ഓഫർ വന്നു. ഇങ്ങനെയായിരുന്നു ഓഫർ, ഒറ്റ വാക്ക്, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ച് എഴുതിയെടുത്തോ, ചെക്ക് തരാം. സ്വീകരിച്ചായിരുന്നെങ്കിൽ ലാഭമായിരുന്നോ നഷ്ടമായിരുന്നോ? നിങ്ങൾ പറ, പെട്ടെന്ന് പറ. പെരും നഷ്ടമായിരുന്നേനെ. കാരണം എനിക്ക് ഈ പ്രസംഗമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. എന്നെ ദൈവം ഇന്ന് നടത്തിയ വഴിയിലൂടെ ആയിരിക്കില്ല ഞാൻ അന്ന് നടക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ഞാൻ നടന്ന വഴിയാണ്. അവിടെ തോറ്റ കാര്യങ്ങളുണ്ട്, ജയിച്ച കാര്യങ്ങളുണ്ട്. പക്ഷെ പണം നൽകുന്ന സെക്യൂരിറ്റിയുടെ വഴി ഞാൻ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായി പോയേനെ. ഈ ആഹാരമില്ലാതെ വന്നപ്പോൾ 1 കിലോ ഉപ്പ് ദാനം കിട്ടുമ്പോൾ ദൈവത്തിന്റെ പ്രൊവിഡൻസ് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞുവെങ്കിൽ, ഈ പൈസ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ദൈവം എങ്ങനെ നടത്തുന്നതെന്ന് എനിക്ക് ഒരിക്കലും പിടികിട്ടത്തില്ല. അപ്പൊ യേശുവിന്റെ പരിജ്ഞാനം നിമിത്തം നോക്കിയാൽ ഇതെല്ലാം നഷ്ടമാണ്. ആണോ അല്ലയോ? അപ്പൊ പുതിയ നിയമ മാനസാന്തരത്തിന്റെ ഡെപ്ത് ഒരു പടി നമ്മൾ കാണുക, പതുക്കെ കണ്ടു തുടങ്ങിയുള്ളൂ, ബാക്കി നാളെ. പൗലോസ് നോക്കുമ്പോൾ അസറ്റായിട്ട് അവന് തോന്നുന്നതെല്ലാം നഷ്ടമെന്നെണ്ണാൻ ഒരൊറ്റ കാര്യമുള്ളൂ, ശ്രേഷ്ഠമായ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ഈ പരിജ്ഞാനം എന്നുള്ള വാക്ക് എന്താന്ന് പറഞ്ഞിട്ട് ഞാനിന്ന് ക്ലോസ് ചെയ്യാം. രാവിലെ ഞാൻ വിവരം, അറിവ്, പരിജ്ഞാനം, ഇതിൽ വിവരത്തെക്കുറിച്ചും അറിവിനെ കുറിച്ചും രാവിലെ പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇതും പരിജ്ഞാനവും കൂടെ ചേർത്ത് ഞാനൊന്ന് വിശദീകരിക്കാം. ഫോർ എക്സാമ്പിൾ, എന്താണ് വിവരം? ഇൻഫർമേഷൻ. ഞാൻ ഭയങ്കര വിഷമത്തിലൂടെ കഷ്ടതയിലൂടെ പോവാണ്. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ബ്രദറെ ഭയങ്കര കഷ്ടതയാണ്, പൈസയുടെ ഷോർട്ടേജ് ഉണ്ട്, എന്ത് ചെയ്യും? ഇല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നു, ഈ ഒരു ഷോർട്ടേജും ഇല്ല. ഞാൻ പറഞ്ഞത് എക്സാം. അപ്പൊ ഈ ബ്രദർ പറയാണ്, ബ്രദറെ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നടത്തും. വിവരം കിട്ടി, എനിക്കൊരു വിവരം കിട്ടി. എന്താ വിവരം? പ്രാർത്ഥിച്ചാൽ ദൈവം സഹായിക്കും. അതാണ് എൻ്റെ വിവരം. ഈ വിവരം കിട്ടിയപ്പോ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം സഹായിച്ചു. അപ്പൊ വിവരം എന്തായി മാറി? അറിവായി മാറി. അപ്പൊ ഞാൻ പറയാം, അറിയാമോ, ദൈവം സഹായിക്കും. ഞാൻ വേറൊരാളോട് പറഞ്ഞു. അപ്പൊ അതെന്തായി? എനിക്ക് അറിവായി മാറി. പരിജ്ഞാനം എന്ന് പറഞ്ഞ എന്താ സാധനം? എനിക്ക് കഷ്ടതയായി, ദാരിദ്ര്യമായി, വിഷമമായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഭയങ്കര കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, ഭയങ്കര കഷ്ടതയും പ്രയാസമാണല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, അല്ല, ആ സഹോദരൻ പറയാന്ന് വിചാരിച്ചു, കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും നടുവില് യേശു ആയിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കുമായിരുന്നു എന്നൊന്ന് ആത്മാവിലൊന്ന് അന്വേഷിച്ച് നോക്കിക്കേ. ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി, കഷ്ടതയുടെ നടുവിലും യേശു പിതാവിനെ സ്തോത്രം ചെയ്യുമായിരുന്നു. അതാ പരിജ്ഞാനം. യേശു എന്ത് ചെയ്യുമായിരുന്നു? ആ പരിജ്ഞാനം എനിക്ക് കഷ്ടത വന്നില്ലായിരുന്നെങ്കിൽ വരില്ലായിരുന്നു.
എനിക്ക് അസറ്റുകളെല്ലാം നഷ്ടമായത് അത്രയും കുറച്ച് യേശുവിന്റെ പരിജ്ഞാനം എന്തായിരിക്കും? ഒന്നുമില്ലാതെ ഈ റോഡിലൂടെ നടന്ന് മീന്റെ വായിന്ന് ടാക്സ് കൊടുത്ത് കിടക്കാൻ കൂരയില്ലാതെ നടന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്തായിരുന്നെന്നറിയാൻ എനിക്ക് തടസ്സമായിരുന്നു എന്റെ അസറ്റ്സ്. പൗലോസ് പറയുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അസറ്റ് ഉള്ളത് മോശമെന്നല്ല, വലിയ കാര്യമായിട്ട് കരുതണ്ട. ക്രിസ്തു ഇല്ലെങ്കിൽ യു ആർ പുവർ. അവന്റെ പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പോലെ ദരിദ്രരായ ആരുമില്ല. അതുകൊണ്ട് എന്താണ് ഇന്ന് വൈകിട്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രേയർ? കർത്താവെ, നീ നടന്ന വഴികളിലൂടെ നിന്റെ സ്പീഡിലല്ല, എന്റെ സ്പീഡിൽ നീ നടക്കുമ്പോൾ സ്തോത്രം ചെയ്തുകൊണ്ട് നിന്റെ പിന്നാലെ വരാൻ എന്നെ സഹായിക്കണം. എന്റെ ഉള്ളിൽ നീ നിറച്ച് നിറച്ച് തരുന്ന നിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇത് തേജസ്സായി രൂപാന്തരപ്പെടുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ ഞരക്കത്തോടെ കാത്തിരിക്കും. എന്റെ അസറ്റ്സിനെ ഞാൻ മലമെന്നെണ്ണും. നിന്റെ അസറ്റിനാൽ ഞാൻ ജയിക്കും. യേശുവിന്റെ പിന്നാലെ പോകാൻ എന്റെ അസറ്റ് അല്ല, ദൈവത്തിന്റെ അസറ്റ്. നമുക്കത് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നമ്മുടെ അക്കൗണ്ടിൽ അത് കർത്താവ് ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടിരിക്കുക. ആ ഡിപ്പോസിറ്റ് നമുക്ക് നാളെ കാണാം. ഐ എം റിപ്പന്റിങ്. നിങ്ങൾ വിചാരിക്കരുത് പുതിയ നിയമ റിപ്പന്റൻസ് ഞാൻ പറഞ്ഞ പോലെ ഒരിക്കൽ ആരംഭിച്ചതങ്ങ് നീണ്ടു നീണ്ടു കിടക്കുക. ശരിയാ. പക്ഷെ പുതിയ നിയമ റിപ്പന്റൻസ് പഴയ നിയമ റിപ്പന്റൻസ് പോലെ ഒരു കരച്ചിലല്ല, ഇതൊരു തുള്ളിച്ചാട്ടമാണ്. ഞാൻ അനുദപിക്കുന്നത് തുള്ളി ചാടിക്കൊണ്ടാ. കാരണം വലിയ ഡിസ്കവറിയാ. യേശുവിനെ ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. എന്നെ തള്ളിക്കളയുമ്പം എനിക്ക് ഭയങ്കര ആനന്ദമാണ്. കാരണം അതിനപ്പുറത്തോടെ ഞാൻ അനുഭവിക്കുന്നത് യേശുവിന്റെ പെർഫെക്ഷനാണ്. ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഈ പെർഫെക്ഷൻ ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്നെ വിടുന്നത് സന്തോഷമായിട്ടാ. പുതിയ നിയമത്തിൽ റിജോയ്സിങ്ങോട് കൂടി അല്ലാതെ ഒരു പണിയും ചെയ്യുന്നില്ല. ആനന്ദ സമൃദ്ധിയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വി പ്രൈസ് ഗോഡ് ഫോർ എവറിത്തിങ് ബിക്കോസ് ഹി ഈസ് സച്ച് എ ഗുഡ് ലോർഡ്. ഒരിക്കലും കൈവിടാത്ത സ്നേഹത്തിന്റെ പൂർണ്ണതയായ ദൈവം നമുക്ക് ഇടയനും നായകനുമായി ഉള്ളതിനാൽ സന്തോഷത്തോടെ അവനെ സ്തോത്രം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ഞങ്ങളെ രക്ഷിച്ച അങ്ങയുടെ വലിയ വീണ്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയോടൊപ്പം നടക്കുവാൻ, അങ്ങ് നടന്ന സ്പീഡിൽ നടക്കുവാൻ, അങ്ങയുടെ കൃപയാൽ നിറയുവാൻ, തേജസ്കരിക്കപ്പെടുവാൻ, ഈ കോട്ടയം പട്ടണത്തിൽ യേശു എവിടെ ആയിരിക്കുമായിരുന്നു എന്ന് അന്വേഷിക്കുവാൻ ദൈവമേ അവിടുത്തെ ആത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് നൽകണം. യഥാർത്ഥത്തിൽ അങ്ങയുടെ മുമ്പിൽ ഒരു തകർന്ന ഹൃദയം, സ്വയനീതീകരണത്തിന്റെ ഒരു കോടതിയും വർക്ക് ചെയ്യാത്ത തകർന്ന ഒരു ഹൃദയം ദൈവമേ എനിക്ക് തരണമേ. അതില്ലാതെ ഞാൻ ഒത്തിരി പ്രയാസപ്പെടുന്നു. മാനസാന്തരപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ തടിച്ചു പോയിരിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഇളക്കി തകർത്ത് ഒരു ശരിയായ അനുതാപത്തിലേക്ക് ദൈവമേ, എന്റെ റിസോഴ്സസിൽ ആശ്രയിക്കാതെ ദൈവമേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന നിസ്സഹായാവസ്ഥയായ മാനസാന്തരം ദൈവമേ എന്റെ ഹൃദയത്തിലേക്ക് അവിടെ നൽകണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കർത്താവെ അങ്ങയുടെ വചനം വെളിച്ചമായി കത്തണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.